ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം, ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന, 3 ദിവസത്തിൻ്റെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ സെഷനിൽ സ്വർഗത്തിലെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ പകൽക്കാലം വന്നവർക്കറിയാം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൃത്യമായി സംസാരിച്ചു. ഈ രാത്രികാലവും വളരെ പ്രതീക്ഷയോടാണ് ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുന്നത്. ഈ ഉപവാസം നിശ്ചയമായും നമ്മുടെ കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സഭാതലങ്ങളിൽ വലിയ വിടുതൽ ദൈവം അയക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധി പ്രാപിക്കാൻ പോകുകയാണ്. നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. ഓരോ വചന മർമ്മങ്ങളും ദൈവം നമുക്ക് നൽകി തരുമ്പോൾ, ഹല്ലേലൂയ, അതിൻ്റെ മുൻപിൽ നമ്മെ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കുവാൻ, ഹല്ലേലൂയ, ഒരു താഴ്മയുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളിൽ ഈ ദിവസങ്ങളിൽ തൻ്റെ ജനത്തെ ദൈവം പരിപാലിക്കുക. എൻ്റെ ദൈവം ശക്തനാ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസനെയാണല്ലോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പകലും രാത്രിയിലും ദൈവം നമുക്ക് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവത്തിന് എത്ര നന്ദി കരയറ്റുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. വന്നു ചേർന്ന എല്ലാ വാത്സല്യ കുടുംബങ്ങൾ, ബഹുമാന്യരായ പാസ്റ്റേഴ്സ് സദസ്സിലും വേദിയിലുമായിരിക്കുന്നു. ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാപിക്കുവാൻ, നമ്മൾ അനുഗ്രഹം പ്രാപിക്കാൻ കടന്നു പോവുകയാണ്. പ്രതീക്ഷയോടെ നമ്മളായിരിക്കാം. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന പാസ്റ്റർ സുനി ഐക്കാട് എന്ന് പറയുന്ന ദൈവദാസൻ, ദൈവം നമുക്ക് സവിസ്തരം ദൈവവചനം നൽകാൻ പോകുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ അഭിഷക്തനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. സ്തോത്രം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്തൃദാസന്മാരോടും നിങ്ങളോടും ചേർന്നായിരിക്കാൻ ദൈവം അവസരം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് വിശ്രമിക്കുന്ന സമയത്ത് ഞാൻ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി ഏത് വർഷമാണ് ഇവിടെ വന്നത്. 2010, ഇന്നേക്ക് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കടന്നു വന്ന്, അന്ന് മീശയൊന്നും ഇല്ലായിരുന്നു. ഇത് ഞാൻ വെച്ചതല്ല, ഇത് വന്നതാണ്, തനിയെ വരുന്നതാണ്. സ്തോത്രം. അപ്പോൾ അന്ന് കണ്ടവർ ചിലപ്പോൾ ഇപ്പോൾ ഓർമ്മയില്ലായിരിക്കും. എന്തായാലും ഇവിടെ വരാനായിട്ട് ദൈവം അവസരം ഒരുക്കിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ എം എ റൈസ് പാസ്റ്റർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ എം എ ജോൺ പാസ്റ്റർക്കായിട്ടും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. കാരണം നല്ല പ്രസംഗങ്ങളാണ് ഇവരുടെ. ഞങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ കേൾക്കും. ഇന്നത്തെ കാലത്ത് ഒരു സഭയെ വരണ്ടല്ലോ, യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾ അനുഭവിക്കാനായിട്ട് കഴിയും. സ്തോത്രം. നമ്മൾ ഈ ഫോണിൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് അതിനേക്കാൾ നല്ലത് ദൈവവചനം എടുത്ത് കേൾക്കുന്നതാണ്. കാരണം വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ പാർച്ച ഉണ്ടാകും. സ്തോത്രം. പത്രോസ് പറയുക, ഞങ്ങൾ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടവരുടെ മേലെല്ലാം ആത്മാവ് വന്നു. അഭിഷക്തന്മാരുടെ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ആത്മപകർച്ച അനുഭവിക്കാനായിട്ട് പറ്റും. ഈ സഭയിലേക്ക് എന്നെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ച കർത്താവിൻ്റെ ദാസനുള്ള നന്ദി, സ്നേഹത്തെ അറിയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. രാവിലെ അല്പം നമ്മൾ സമയമൊക്കെ നോക്കാതെ അങ്ങ് പോയി. വൈകിട്ട് നമുക്ക് നിങ്ങളെക്കാൾ എനിക്ക് ഒത്തിരി യാത്ര ചെയ്യണം. അങ്ങനെ രാത്രി ഞങ്ങൾക്ക് അങ്ങ് വീട്ടിലെത്തണം. നാളെ വീണ്ടും യോഗമുണ്ട്, നാളെ കഴിഞ്ഞുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയത്ത് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വേഗം ദൈവം എന്നെ ഏൽപ്പിച്ച ആലോചനയിലേക്ക് പോവുകയാണ്. നമ്മളൊരു ഉപവാസ പ്രാർത്ഥനയുടെ സമയത്തായി ആയിരിക്കുന്നത്. ഓരോ ശുശ്രൂഷകൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ വിവാഹ ശുശ്രൂഷ നടക്കുന്നിടത്ത് പോയിട്ട് ആരെങ്കിലും ഈ വാക്യം വായിക്കുമോ? നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിക്കാൻ. മിക്കവാറും നടത്തുന്ന ഭാഷ കിട്ടും. അവിടെ വായിക്കേണ്ട വാക്യങ്ങളുണ്ട് അല്ലേ? സ്നാനത്തിന് വായിക്കേണ്ട വാക്യങ്ങളുണ്ട്. അപ്പോൾ ഓരോ ശുശ്രൂഷയ്ക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചുള്ള വചനങ്ങളുണ്ട്. ഇതൊരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കാണ് വന്നിരിക്കുന്നത്. സ്തോത്രം. അത് ഓർത്ത് വേണം ഇവിടെ ഇരിക്കാൻ. കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിച്ചാൽ ദേശത്തോട് രക്ഷയുടെ സന്ദേശമൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല പറയാൻ പോകുന്നത്. മാനസാന്തരം, സ്നാനം, നിത്യശിക്ഷാവധി, മരിച്ചവരുടെ പുനരുത്ഥാനം, ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ്. അതെന്നും പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഇച്ചിരൂടെ ഒരു വ്യത്യസ്തമായ കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്, ക്രിസ്തുവിൽ നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് പെരുമാറാമെങ്കിൽ പിശാചൊക്കെ മാറി നിൽക്കും. സ്തോത്രം. ഒരു വാക്യം ഒന്ന് വായിക്കണം. പൗലോസിൻ്റെ അടുക്കലേക്ക് അനന്യാസിനെ കർത്താവ് പറഞ്ഞു വിടുകയാണ്. നിങ്ങൾക്ക് ചരിത്രമൊക്കെ അറിയാം, ബൈബിൾ നന്നായി അറിയാവുന്നവരാ നിങ്ങൾ.
അപ്പോസ്തലപ്രവൃത്തി 9:17 നമ്മൾ കാണുന്നത്, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്നു അവൻ്റെ മേൽ കൈവച്ചു. ഇന്ന് ദൈവദാസന്മാര് മിക്ക ആളുകളും മറ്റുള്ളവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാനൊക്കെ മടിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവർക്കും ഒരു ഭയം തട്ടിയിരിക്കുകയാണ് പലർക്കും. കാരണം ഞാൻ കൈവച്ചിട്ട് ഇനി അവരുടെ മേലുള്ളതെല്ലാം കൂടെ എൻ്റെ മേലിലോട്ട് കയറിയാലോ? അങ്ങനൊന്നും കയറത്തില്ല. സ്തോത്രം. നമ്മൾ രാവിലെ കേട്ട് പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അവ ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. എന്തിനാ കൈവച്ച് പ്രാർത്ഥിക്കുന്നേ? ബൈബിളിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും, അവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഈ മർക്കോസിന്റെ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പം വലിയ ബഹളം കേട്ടു. ആകാശത്തുനിന്ന് വലിയ മുഴക്കമുണ്ടായി, കൊടിയ കാറ്റടിക്കുന്നുള്ള അനുഭവങ്ങളുണ്ടായി. പക്ഷെ ഇതൊന്നും കൊർന്നല്യോസിന്റെ വീട്ടിലുണ്ടായില്ല. കൊർന്നല്യോസിന്റെ വീട്ടിലും പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടായി. പക്ഷെ മർക്കോസിന്റെ വീട്ടിലുണ്ടായ അനുഭവങ്ങളൊന്നും കൊർന്നല്യോസിന്റെ വീട്ടിൽ നമ്മൾ കാണുന്നില്ല. ഈ രണ്ട് സ്ഥലത്തും പരിശുദ്ധാത്മാവ് വന്നത് രണ്ടിടത്തു നിന്നാന്ന് ഞാൻ പറയാറുണ്ട്. ആദ്യത്തെ പ്രാവശ്യം മർക്കോസിന്റെ വീട്ടിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം നടന്നപ്പോൾ വലിയ ഒച്ചയും ബഹളവും ആകാശത്തു നിന്നൊക്കെ വലിയ മുഴക്കം ഉണ്ടായതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. യേശു പറഞ്ഞിട്ട് പോയി, ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ഉടനെ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവിനോട് ചോദിച്ചു വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ മർക്കോസിന്റെ വീട്ടിലോട്ട് ദൈവത്തിന്റെ ആത്മാവ് വന്നത് എവിടുന്നാ? ആകാശത്തൂടെ വരികയാണ്, സ്വർഗത്തിൽ നിന്ന് വരിക. യേശു എവിടെ പോയോ അവിടുന്ന്, അതായത് നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന്, അതായത് കേന്ദ്രത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ കൂടെ വസിക്കുവാനായിട്ട് ആകാശത്തൂടെ കടന്നുപോയ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് ആകാശത്തൂടെ പോയോ അതേ ആകാശത്തൂടെ. നിങ്ങൾ റാന്നിക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വന്ന കൊട്ടാരക്കര അടൂർ വഴിയാണ് നിങ്ങളും വരേണ്ടത്. അല്ല ചങ്കാശി വഴി ഇങ്ങനെ കുമളി വഴിയല്ല. റാന്നിക്ക് നല്ല റോഡ്, ഇവിടുന്ന് കൊട്ടാരക്കര അടൂർ പത്തനംതിട്ട റാന്നി. അപ്പം ഞാൻ വന്ന ആ റൂട്ടിൽ കൂടെ നിങ്ങൾക്ക് റാന്നിക്ക് വരാം. യേശു ആകാശത്തൂടെ കടന്നു പോയത് എങ്ങോട്ടാ? സ്വർഗത്തിലോട്ടാ. അവിടെ നിന്നാണ് പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് വന്നത്. സ്തോത്രം. നിങ്ങളെന്താ ഇങ്ങനെ ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന പോലെ ഇരിക്കുന്നു? ദൈവാത്മാവ് വന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം, പക്ഷെ നിങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നവന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്നും. സ്തോത്രം. മർക്കോസിന്റെ വീട്ടിൽ ഈ ബഹളമൊക്കെ ഉണ്ടായതിന്റെ കാരണം ആകാശത്തു നിന്ന് ഇങ്ങനെ വരികയാണ്, സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ ആകാശം വഴി വരിക. എന്നാൽ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഈ ബഹളമൊന്നുമില്ല. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസും യോഹന്നാനും കൂടെ ചെന്ന് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചു. അപ്പൊ മർക്കോസിന്റെ വീട്ടിൽ വന്നതുപോലെ അല്ല അവിടെ പരിശുദ്ധാത്മാവ് വന്നത്. ഒരു വ്യത്യാസമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ദൈവാത്മാവിനെ കുറിച്ച് ഒരിക്കല് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സബ്ജക്റ്റ് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. എന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇപ്പോൾ ദൈവാത്മാവ് വസിക്കുന്നത് സ്വർഗത്തിലല്ല, ഇപ്പോൾ വസിക്കുന്നത് എൻ്റെ നിങ്ങളുടെ അകത്താണ്. അത് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേവലം വിശ്വസിച്ചാൽ പോരാ, ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ മേൽ പോയി കൈവച്ചാൽ നിങ്ങളിലെ അഭിഷേകം ഒരു നദി ഒഴുകുന്നത് പോലെ മറ്റുള്ളവരുടെ മേൽ ചെന്ന് അവർ ശക്തിപ്പെടാനിടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എൻ്റെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം. ഇത് ദൈവത്തിന്റെ കൃപാവരമാണ്, എന്റേതല്ല. പക്ഷെ എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ചത്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ചു. ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ശുശ്രൂഷ നമുക്ക് മനസ്സിലാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ആ വിഷയത്തിന്റെ ഗൗരവം നമുക്കറിയത്തില്ലെങ്കിലും യേശുവിനെ നന്നായി അറിയാവുന്നത് കൊണ്ട് യേശു കർത്താവ് ദമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് പൗലോസിനെ പിടിച്ചെങ്കിലും അനന്യാസിനെ കർത്താവ് പൗലോസിന്റെ അടുത്തോട്ട് വിട്ടു.
അപ്പം അതുകൊണ്ടാണ് ഇന്ന് റാന്നിന്ന് ഞാനിവിടെ വരേണ്ടി വന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ ശുശ്രൂഷ ഇല്ലാഞ്ഞിട്ടാണ് ഇവരൊക്കെ. ഞാൻ ആ ദേവദാസൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ട് വരുമായിരുന്നു. ദൈവം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിളിച്ച് വേർതിരിച്ച വഴികൾ, വിധങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ അവരൊക്കെ ശ്രേഷ്ഠരായ ദൈവദാസന്മാരെ ഇവിടെ ഇരിക്കുന്നേ. അവർക്ക് പ്രസംഗിക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടാണ് റാന്നിന്ന് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരേണ്ടി വന്നത്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ചാടി എഴുന്നേറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇതൊന്നും ആരുടെയും ശുശ്രൂഷയൊന്നും ആരുടെയും കുത്തകയൊന്നും അല്ല. പക്ഷേ വിശ്വാസമില്ല. സ്തോത്രം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. നമ്മളാണ് ദൈവത്തിൻ്റെ മന്ദിരം, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഞാൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ ആലയമാണ്? ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാ പറഞ്ഞേ അല്ലേ? നമ്മുടെ കർത്താവിൻ്റെ ആലയമാണ് നമ്മൾ. ദൈവത്തിൻ്റെ ആലയമാണ് ഞാൻ. ദൈവം വസിക്കുന്നത് ഇപ്പം എൻ്റെ ഉള്ളിലാണ്. സ്തോത്രം. അത് തിരിച്ചറിയുന്ന ബോധ്യമുള്ള ഒരാളാണ് വിശ്വസിച്ചുകൊണ്ട് ആളുകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. അവർ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ സൗഖ്യം വരും. ഒരു മുടന്തനെ കണ്ടപ്പോൾ പത്രോസ് പറയാ, വെള്ളിയും പൊന്നും ഒന്നും തരാനില്ല, സാമ്പത്തികമായിട്ടൊന്നും കയ്യിലില്ല, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരാം, എനിക്കുള്ളത് നിനക്ക് തരാമെന്നും പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അവൻ്റെ നരിയാണി ഉറച്ചു. ഓപ്പറേഷൻ ചെയ്താൽ സക്സസ് ആകാത്തത് ജന്മനാ മുടന്തനായി പോയവനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ നരിയാണികൾ ഉറച്ചു. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാം, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടാലും നിന്റെ ശുശ്രൂഷയിൽ കൂടെ മെഡിക്കൽ സയൻസിന് കഴിയാത്തത് ഈ ഭൂമിയിൽ ചെയ്യാനാ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. മരിച്ചു മാറ്റിക്കിടത്തിയതിനെ പത്രോസ് പെട്ടിക്കകത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടു. തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി, ആ ഉള്ളിലുള്ളത് ലോകത്തിലുള്ളതിനേക്കാളെല്ലാം വലുതാണ് എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിലുള്ളതിനേക്കാളൊക്കെ വലുതും കൊണ്ടാണോ ഈ ഇരിപ്പിരിക്കുന്നേ? ഞാനൊക്കെ നിങ്ങളെ പോലെ ചുമ്മാതിരുന്നിരുന്നെങ്കിൽ വല്ല പണിക്കും പോകേണ്ട വന്നേനെ. ഒരു പണിക്കും പോകുന്നില്ല സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ ഒന്നിനും പോകുന്നില്ല. രാവിലെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വരാത്ത നിങ്ങളോട് സാക്ഷ്യം പറയും. നിങ്ങൾ ആരോമാ ടി വിന്ന് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് സുനി അയക്കാണ് സെർച്ച്, സാക്ഷ്യം കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. ഞാൻ ചുമ്മാ കറങ്ങിത്തിരിഞ്ഞ് നടന്ന ഒരു സഹോദരൻ ചുമ്മാ ബാംഗ്ലൂരിൽ കൂടെ ജോലി തപ്പി പ്രീ ഡിഗ്രി പോലും തോറ്റിട്ട് ഞാൻ പിന്നെ അമ്മയുടെ ആങ്ങളമാരെ തിരക്കി. അവിടെ അമ്മാച്ചന്മാരൊക്കെ വലിയ കസ്റ്റംസ് ഇൻസ്പെക്ടർമാർ, അവിടെ ചെന്ന് ജോലി കിട്ടുമെന്ന് അവർ പറഞ്ഞു. പ്രീ ഡിഗ്രി തോറ്റവനൊന്നും ഇവിടെ ജോലി കിട്ടത്തില്ലെന്ന്. അങ്ങനെ കൂലിപ്പണി ചെയ്തുകൊണ്ട് പെയിൻറ്റിങ്ങും പ്ലംബിങ്ങും നടന്ന ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ വളരെ ചുരുക്കമായിട്ട് വേണേൽ ഓർപ്പിക്കാം. കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മളിവിടെ വാഴും. സ്തോത്രം. കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയപ്പോൾ അവനിവിടെ തട്ടുകട നടത്തണമെന്നോ റേഷൻ കട നടത്തണമെന്നോ ഒന്നും അല്ല ആഗ്രഹിച്ചത്. തലയെ മുണ്ടിട്ട് ഭമ്മി ഇതിലെ ഭയന്ന് നടക്കാനല്ല അവനോട് പറഞ്ഞത്, നീ വാഴണം ഭൂമിയെ, നീ വാഴണമെന്ന് പറഞ്ഞു. പക്ഷേ സാത്താൻ്റെ കള്ളക്കളി നിമിത്തം നമ്മുടെ വല്യപ്പച്ചൻ, ഏതോ ഒരു മനുഷ്യനല്ല, നമ്മുടെ വല്യപ്പച്ചൻ ഒരു മനുഷ്യനിൽ നിന്നാണ് നമ്മളെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സഹോദരന്മാരായത്. ആ സ്നേഹത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും കൂടെ വല്യപ്പച്ചനാണ് ആദാം. ഇവിടെ വഞ്ചിക്കപ്പെട്ടു പോയി, പാമ്പെന്നെ വഞ്ചിച്ചെന്നാണ് സ്ത്രീ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു? സാത്താൻ തന്നെ ആരാ? വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയവനാണ്. ആ വിഷം മനുഷ്യന്റെ അകത്ത് കുത്തിവെച്ചു. അപ്പൊ എന്ത് ചെയ്തു? വാഴ്ച കാക്കേണ്ടതിന് പകരം വാഴ്ച കാത്തുകൊള്ളാതെ എന്ത് ചെയ്തു? ഏദൻ തോട്ടത്തിനകത്ത് സുഖമായിട്ട് ജീവിച്ച് ഭൂമിയെ അടക്കി വാഴുവാൻ ദൈവം ആക്കി വെച്ചവൻ, ഞാൻ രാവിലെ പറഞ്ഞ പോലെ അത്തിയില ഉടുത്ത് പണിക്ക് പോയേക്ക് ഇഞ്ചി നടാൻ പോയി. അവരെയൊക്കെ ഒന്ന് വീണ്ടെടുത്ത് അവരെ വീണ്ടും റിക്കവർ ചെയ്യാനായിട്ട് ദൈവം തൻ്റെ ഓമനകുമാരനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു. കർത്താവിനെ ലോകത്തിലേക്ക് അയച്ചത് കുറച്ച് പേരുടെ ഭൂതത്തെ പുറത്താക്കാനോ രോഗിയെ സൗഖ്യമാക്കാനോ കുറച്ച് മുക്കോമാർക്ക് മീൻ പിടിച്ചു കൊടുക്കാനൊന്നും വന്നതല്ല. യേശുവിൻ്റെ
പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ വന്നത് ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ആർക്ക് വേണേലും മനസ്സിലാകാവുന്ന പോലെ എഴുതി വെച്ചിട്ടുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി നാം പുത്രത്വം പ്രാപിക്കാനാണ്. ഹല്ലേലൂയ. യോഹന്നാൻ 2 ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അവനെ ആരെങ്കിലും അംഗീകരിച്ചാൽ, അവൻ്റെ നാമത്തെ ആരെങ്കിലും വിശ്വസിച്ചാൽ, അവന് ഗൾഫിൽ പോകാമെന്നല്ല, അവന് രോഗം മാറുമെന്നല്ല, അവന് സ്വർഗത്തിൽ പോകാമെന്നല്ല, അവന് ദൈവത്തിൻ്റെ മകനാകാൻ അധികാരമുണ്ട്. ആരെങ്കിലും യേശുവിൻ്റെ വാക്കുകൾ ഏറ്റെടുത്താൽ, യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് യേശു പറയുന്നത് അംഗീകരിച്ചാൽ, അവന് ദൈവമകനാകാൻ അധികാരമുണ്ട്. ഹല്ലേലൂയ. കാൺമീ, നാം ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാനായിരുന്നു പിതാവ് ഇത്രയും വലിയ സ്നേഹം നൽകിയത്. ആ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും മനസ്സിലാക്കണമെങ്കിൽ കാൽവറിയിലോട്ട് നോക്കിയാൽ മതി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു, ഇല്ലേ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അത്രയും വലിയൊരു സ്നേഹം. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതെല്ലാം എന്തിനായിരുന്നു? ഞാൻ ദൈവത്തിൻ്റെ മകനാകാൻ. സ്തോത്രം. പുതിയ നിയമത്തിലെ ആ വാഗ്ദത്തം തന്നെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നെട്ടിക്കിപ്പോവും. തലയ്ക്ക് മേളിൽ കൂടി ഇത് ഊത് പോകരുത്, ഉള്ളിലോട്ടൊന്ന് ഇറങ്ങണം. സ്തോത്രം. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പൗലോസ് കൊരിന്ത്യരോട് പറയാ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നിങ്ങളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളു. ഏതാ വാഗ്ദത്തം? 6-ാം അധ്യായത്തിൻ്റെ അവസാനം കിടപ്പുണ്ട് വാഗ്ദത്തം. അതേലോട്ട് ചൂണ്ടിക്കൊണ്ടാ പറയുന്നത്, പ്രിയമുള്ളവര്, നിങ്ങൾ കണ്ടോ, ഇങ്ങനൊരു വാഗ്ദത്തം ഉണ്ട്, കണ്ടോ? ആ വാഗ്ദത്തം ഗൾഫിൽ കൊണ്ടുപോകുന്നല്ല. ഗൾഫിലൊക്കെ പൊക്കോ, യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ദൈവം അയച്ചാൽ പൊക്കോ. അതുവഴി അങ്ങ് സ്വർഗത്തിൽ പോകണമല്ല, സായിപ്പിൻ്റെ കൂടെ അങ്ങ് പോവല്ല. അങ്ങ് നന്നാൻ വേണ്ടി അമേരിക്കയിൽ പോയിട്ട് മദാമയുടെ കൂടെ അങ്ങ് പോകല്ല, അതിലൂടെ അങ്ങ് സ്വർഗത്തിൽ വന്നേക്കണം. പോകുന്ന കാര്യം നല്ല കാര്യം. കാനഡയിലോ അമേരിക്കയിലോ ഗൾഫ് രാജ്യങ്ങളിലോ ഒക്കെ പോകുന്നേ പൊക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിലൂടെ അങ്ങ് പോകല്ലേ, അതിലൂടെ അങ്ങ് വരണം, അങ്ങ് മേളി വരണം. തേമാസിൻ്റെ പണി കാണിക്കരുത്. കുറച്ച് കഴിയുമ്പോൾ ലോകത്തെ സ്നേഹിക്കണമെന്നും ഇതിനേക്കാൾ നല്ലത് ലോകത്തിലെ കുത്തുകാഴ്ചയാണെന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോ. അതുകൊണ്ട് ആത്മീയരെന്ന് അവകാശപ്പെട്ടവരൊക്കെ ഇപ്പം തേമാസിനെ പോലെ ലോകത്തെ സ്നേഹിച്ചു തുടങ്ങി. ദൈവത്തെ സ്നേഹിക്കേണ്ടവർ, ദൈവത്തെ സ്നേഹിച്ചിറങ്ങിയവർ, ഈ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ആരും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ലോകത്തിൽ അങ്ങനെ പലതും കാണും. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും എതിരല്ല. പക്ഷേ സത്യം പറയുകയാണ് ദൈവമക്കളെ, വാഗ്ദത്തം ഇവിടെ അവിടെ എവിടെയും പോകുന്നൊന്നുമല്ല. അതൊക്കെ ഇതിനകത്തുള്ളതാ. ഇതെല്ലാം ദൈവം അനുഗ്രഹിക്കും. പക്ഷേ വാഗ്ദത്തത്തിൻ്റെ ആഴം മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭയം മാറും. 23 വർഷമായിട്ട് പണിക്ക് പോകുന്നില്ല, 3 കുഞ്ഞുങ്ങളും ഒരു ഭാര്യയുണ്ട്, 47 വയസ്സുകൊണ്ട് ഞാൻ പണിക്കൊന്നും പോകുന്നില്ല. ഭയങ്കര സുഭിക്ഷമായിട്ട് ദൈവം നടത്തുകയാണ്. ഒന്നിനും കുറവില്ല. സ്തോത്രം. ഒന്നിനും കുറവില്ല. വീട്ടിൽ 100 കണക്കിന് ആളുകൾ എല്ലാ മാസവും കടന്നു വന്ന് താമസിക്കും. അവർക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ കർത്താവ് കൈകളിൽ തന്നിട്ടുണ്ട്. സ്തോത്രം. ഓരോരുത്തരോടും നമ്മൾ ഒരു സപ്പോർട്ടും ചോദിക്കണ്ട. ഓരോരുത്തരോടും QR കോഡ് വായിച്ച് ഈ അക്കൗണ്ടിൽ കാശ് അയക്കൂ, സപ്പോർട്ട് ചെയ്യൂ. നോ, ഒരിക്കലും ചെയ്യണ്ട. കാരണം എന്നാണെന്നറിയാമോ? മരുഭൂമിയിലെ റേഷൻ കടയില്ല, തട്ടുകടയില്ല, ജൗളിക്കടയില്ല, താലൂക്ക് ആശുപത്രിയില്ല, അങ്കൻവാടിയില്ല, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡില്ല, ഒന്നുമില്ലാത്ത മരുഭൂമി കൂടെ 40 വർഷം 22 ലക്ഷം പേരെ, 6 ലക്ഷം കുടുംബങ്ങളെ ഇറച്ചി, അപ്പവും വെള്ളവും എല്ലാം കൊടുത്ത് സമൃദ്ധിയായി പോറ്റി പുലർത്തിയ ഒരു ദൈവമുണ്ട്. എത്ര പേർക്കറിയാം? ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവമുണ്ട്. ആ ദൈവമായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ആ ദൈവം പറയാണ്, നിങ്ങൾ അശുദ്ധമായത് തൊടാതെ നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ട ഒരു ജീവിതം നയിക്കാമെങ്കിൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ആ അനുഭവത്തിലേക്ക്, അനുഭവത്തിന്റെ ആഴത്തിലേക്ക് ആരെങ്കിലും കയറി വരാമെങ്കിൽ നീ സ്വതന്ത്രനായി ഇവിടെ ജീവിക്കും. കാരണം ദൈവം നിനക്ക് പിതാവായി തീരുകയാണ്.
സ്തോത്രം. പൗലോസ് അതിനെക്കുറിച്ച് പറയാ, നിങ്ങൾ ഇനിയും ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് നിങ്ങൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ലല്ലോ പ്രാപിച്ചിരിക്കുന്നത്, ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാനായിട്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചവർ. അപ്പൊ നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്നും വിശുദ്ധിയോടെ ജീവിക്കണമെന്നും ലോകത്തിന്റെ കളങ്കം പറ്റാതെ അവരുടെ ഇടയിൽ നിന്നും വേർപെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സേ ഞാൻ കയറത്തില്ല, അതിനകത്തെല്ലാം അവിശ്വാസികളാണ്. ഞാൻ പച്ചക്കറിക്കടയിൽ പോയ പെന്തക്കോസുകാരൻ്റെ പച്ചക്കറിക്കടയിൽ നിന്ന് മേടിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് വേർപെട്ട് നടക്കണമെന്നല്ല പറഞ്ഞത്. അവിടെ ഉദ്ദേശിച്ച വേർപാട് ഇത്രയേ ഉള്ളൂ, അവരല്ല ഞാൻ. ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ ഇനി ഞാൻ നടക്കത്തില്ല. ഞാനൊരു വേർപെട്ട ജീവിതം നയിക്കും. ഞാൻ ചിലതിനെ തൊടത്തില്ല, ഞാൻ ചിലത് കാണത്തില്ല, ഞാൻ ചിലത് കേൾക്കത്തില്ല, ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല, ഞാൻ അങ്ങനെ ഇടപെടത്തില്ല. ഒരു വേർപെട്ട ജീവിതം, ഒരു വ്യത്യസ്തമായ ജീവിതം നയിച്ച് അശുദ്ധമായത് തൊടാതെ ഒരു വ്യക്തമായ വിശുദ്ധ ജീവിതത്തിലേക്ക് വരാമെങ്കിൽ ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അങ്ങനെ ഒരു ലൈഫ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ ഉണ്ടല്ലോ, ഒന്നും ഇവിടെ പേടിക്കാനില്ല. ഈ വചനം എന്നെ വല്ലാതെ സ്വതന്ത്രനാക്കി. ഇപ്പൊ അതുകൊണ്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും അമേരിക്കയിലോട്ടല്ല വിളിക്കുന്നത്, ഒറ്റ നോട്ടമേ നോക്കത്തുള്ളൂ. കാരണം ഏറുകൊണ്ട് പുളയുമ്പോഴും സ്തേഫാനോസ് കണ്ടത് പല്ല് കടിക്കുന്നവരെ അല്ല, സ്വർഗം തുറന്നിരിക്കുന്നു. അവന് വേണ്ടി യേശു എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രൻ നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച ഹല്ലേലൂയ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ നോട്ടം മുകളിലേക്കായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ നോട്ടം മുകളിലേക്കായിരിക്കണം. കാരണം നമ്മുടെ പിതാവ് സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരന്മാർ വിശുദ്ധ കൈകൾ ഉയർത്തി കൊന്ത്രാക്കൊള്ളിയൊക്കെ ഒപ്പിച്ചിങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് കൈ കാണിച്ചാൽ കൈക്ക് പിടിച്ചൊരു തിരിതിരിക്കും. നല്ല വിശുദ്ധ കൈകൾ ഉയർത്തി ഇങ്ങനെ സഹായിക്കണം. റെയിൽവേയുടെ പ്ലാറ്റ്ഫോമിലൊക്കെ അബദ്ധത്തിൽ പെട്ടുപോയ, റെയിൽവേ ട്രാക്കിൽ പെട്ടുപോയ പൊക്കത്ത് പ്ലാറ്റ്ഫോമിലോട്ട് കയറാൻ ഒക്കത്തില്ല, അവിടെ സ്റ്റെപ്പില്ല. അപ്പോൾ ട്രെയിൻ വരുന്നുമുണ്ട്, അലച്ചു വിളിച്ചാൽ ആരും കേൾക്കത്തുമില്ല. പക്ഷേ ആ പൊക്കത്ത് നിൽക്കുന്നവരുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ ഒന്ന് കൈ കാണിച്ചാൽ മതി, ആ കയ്യെ പിടിച്ച് വലിച്ചു കയറ്റും. ഇതുപോലെ ഈ താണഭൂമിയിൽ നീ പ്രതിസന്ധിയുടെ നടുവിൽ നീ കൈ കാണിച്ചാൽ മതി. നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ കഴിവുള്ള ഒരു സ്വർഗമുണ്ട് നമുക്ക്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പെന്തക്കോസ്തി വന്ന് എനിക്കിതൊന്നും പിടികിട്ടിയില്ല. ഇതിപ്പോൾ അപ്പനും ദൈവം അപ്പനും ഞാൻ മകനുമാകുന്ന പരിപാടിയാണെന്നൊന്നും ഞാൻ പിടികിട്ടാതെ കുറേ കാലം, ഒരു 7 വർഷം ഞാൻ പെന്തക്കോസ്തി ഇരുന്ന് പാട്ടുപാടി കരിയടിച്ച് കനാനപ്പള്ളി പോരാൻ തോന്നിയിട്ട്, യാക്കോപ്പള്ളി പോരാൻ തോന്നിയിട്ട് പെന്തക്കോസ്തി വന്ന് കൈയടിച്ച് അന്യഭാഷ സ്നാനപ്പെട്ട് തിരുമത്താഴമൊക്കെ എടുത്ത് ഞാൻ ഭയങ്കര പ്രാർത്ഥനയാണ്. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോഴും എനിക്കൊന്നും പിടികിട്ടിയില്ല. എൻ്റെ കാര്യങ്ങൾക്കൊരു മാറ്റവുമില്ല. പ്രശ്നങ്ങൾ കൂടി വന്നു. ബിസിനസ് പൊട്ടിപ്പോയി, ചെയ്യുന്ന ബിസിനസ്സും പൊട്ടി, ആകെ കടം കയറി തകർന്ന് തരിപ്പണമായി പോയി, എല്ലാ നിലയിലും പൊട്ടിപ്പോയി. അവസാനം നാട് വിട്ടുപോകാനായിട്ട് തീരുമാനമെടുത്തിരിക്കുമ്പോൾ ആ പ്രത്യേക സാഹചര്യത്തിൽ ഈ തക്ക സമയത്ത് പറയുന്ന വാക്കുകൾ വെള്ളിക്കിണ്ണത്തിലെ പൊന്നാരങ്ങ പോലെയാണെന്ന എനിക്ക് കൃത്യസമയത്ത് കിട്ടിയ ഒരു ദൈവവചനത്തിൻ്റെ വെളിപ്പാടാണ് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിയത്. അതിൽ കൂടെ എനിക്ക് മനസ്സിലായി, വചനം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്, വചനം ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്, വചനം ഏറ്റെടുക്കുന്നവർക്ക് ഇന്നും വിടുതലുണ്ട്. സ്തോത്രം. ആകെ തകർന്ന തരിപ്പണമായി ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ച് ഇരിക്കുമ്പോൾ എന്നെ ഒരാളൊരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം എന്നെ അങ്ങ് വിവേചിച്ചു. ഞങ്ങളൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആത്മാവിൽ ചോദിച്ചു, നീ വീട് വിട്ടു പോകാനിരിക്കുകയാണ്, നീ വലിയൊരു വീടിനകത്ത് ജനിച്ച ആളാണ്, നിങ്ങൾക്ക് ഒത്തിരി സ്ഥലമുണ്ടായിരുന്നു, അനുഭവിക്കാൻ പറ്റിയില്ല, നീ പലതും തുടങ്ങി പക്ഷെ പൂർത്തീകരിച്ചില്ല, കെട്ടിയിട്ട ഒരു വള്ളമാണ് നീ ഇത്രയും നാൾ തുഴഞ്ഞുകൊണ്ടിരുന്നത്, നീ കൈയും കാലും വിട്ട് അടിക്കുന്നുണ്ട് പക്ഷെ വള്ളം നീങ്ങുന്നില്ല, പക്ഷേ നീ വള്ളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കാണുന്നു. മകനെ, നീ ഇറങ്ങിപ്പോകരുത്, വീട് വിട്ടു പോകരുത്, നാട് വിട്ടു പോകരുത്, അനേകം നാടുകളിൽ കർത്താവിനെ നിന്നെ അയക്കാനുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഭവനം എന്നോട് പറഞ്ഞു, തടിയും കൊണ്ടുള്ള ഒരു വീട്ടിലാണ് നീ താമസിക്കും, തടിയും കൊണ്ടുള്ള വീട്ടിൽ. ഞാൻ ശരിയാ, തടിയും കൊണ്ടുള്ള വീടാണ്. ഇന്ന് അതിനകത്തല്ല ആൾക്കാർ താമസിക്കുക, ഡോർമെട്രി അതിൽ. നമ്മൾ തടി കൊണ്ടുള്ള വീടാണ്. നിങ്ങൾക്ക് ഒരുപാട് വസ്തുക്കളുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നു.
അനുഭവിച്ചോടാന്ന് ചോദിച്ചു. അനുഭവിച്ചോ? ഞാൻ പറഞ്ഞില്ല, അനുഭവിച്ചില്ല. എന്നോട് ചോദിച്ചു എന്നാടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതറിയാനാ വന്നേ. എത്ര കാലമായിട്ട് അനുഭവിക്കുക, ഒരു മാറ്റമില്ല, അതറിയാനാ വന്നേ. അന്നേരം അദ്ദേഹം ചോദിച്ചത്, ആദാം മുതലാളി പെട്ടെന്ന് തൊഴിലാളിയായത് എങ്ങനെയാന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഈ വേദോസമൊക്കെ ഇങ്ങനെ വായിക്കുമെങ്കിലും നിങ്ങളതിനെയൊക്കെ ശാന്തമായിരുന്നു ചിന്തിക്കാറുണ്ടോ? തലയ്ക്ക് ചുറ്റും അങ്ങ് പഴമല്ലായിരുന്നോ? അങ്ങോട്ട് കൈ നീട്ടിയാൽ ഓറഞ്ച്, ഇങ്ങോട്ട് കൈ നീട്ടിയാൽ ആപ്പിൾ, മുന്നോട്ട് കൈ നീട്ടിയാൽ മാതളം നാരങ്ങ, പുറമോട്ട് കൈയിട്ട ചിക്കു, മേളോട്ട് കൈയിട്ട വരിക്കച്ചക്ക, താഴോട്ട് കൈയിട്ട തണ്ണിമത്തൻ. തലയ്ക്ക് ചുറ്റും അങ്ങ് പഴമായിരുന്നു. പക്ഷേ ദുഃഖത്തോടെ പറയും, ഒരു പഴത്തിലോട്ട് കയറി ഒരു കടി കടിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒരു പഴവും ഇല്ലാത്തവനായിട്ട് ഇഞ്ചി നടാൻ പോയി. ഞങ്ങളുടെ റാന്നിയിലെ ഭാഷയൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ആദാമും ഹവ്വയും കൂടെ ഒരു പഴം തിന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്നുമില്ലാത്തവനായിപ്പോയി ഇല്ലേ? കർത്താവും അങ്ങ് ചൂടായി. പിണറായി വിജയൻ്റെ കൂട്ടായി, കടക്ക് പുറത്തെന്ന് പറഞ്ഞു. നീ ഓസിപ്പഴം തിന്നണ്ട, പൊഴിഞ്ഞു വീണാലും തരത്തില്ലെന്ന് പറഞ്ഞു. നീ എൻ്റെ മോനൊക്കെ ആയിരുന്നു, കാര്യമൊക്കെ ശരി. ഇനി പൊഴിഞ്ഞു വീഴുന്ന നിന്നെ എടുക്കാൻ ഒക്കത്തില്ല. കറങ്ങുന്ന വാളുമായിട്ട് ദൂതനെ, അല്ല നമ്മുടെ വീട്ടിലെ കുടിച്ചിപ്പട്ടിയോട്ടൊരു പട്ടിയെ കൊണ്ട് കെട്ടിയെന്നല്ല, തോട്ടത്തിൻ്റെ വാതിക്കൽ. കർത്താവിനറിയാം അതിനെയൊക്കെ തൊഴിച്ചു പോകുന്ന ചുമ്മാര് പിന്നെയും തോട്ടത്തിൽ കയറുമെന്ന്. അല്ല, കറങ്ങുന്ന വാളുമായിട്ട് വാളുമായിട്ട് ദൂതനെ ഉണ്ടാക്കി. സ്തോത്രം. പുറത്തു പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അലഞ്ഞുഴലുന്നേ. സ്തോത്രം. ആരെങ്കിലും അലഞ്ഞുഴലുന്നെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്ക്. കർത്താവ് തന്നെ പറഞ്ഞു, പുറയിന്ന് വിളിച്ചു പറഞ്ഞു, നീ അലഞ്ഞ് ഉഴലുന്നവനാകും. പക്ഷെ ഇന്ന് രാത്രി ആരെങ്കിലും അലഞ്ഞു ഉഴലുന്നെങ്കിൽ, ഈ വീണ്ടെടുപ്പിന്റെ വാർത്ത നിങ്ങളുടെ ചെവി വന്നിട്ടും നിങ്ങൾക്കതിൻ്റെ ഗുണഭോക്താവാകാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് രാത്രി ഇതൊന്ന് ദയവായി ശ്രദ്ധിക്കൂ. മുൻവിധികളൊക്കെ മാറ്റിവെച്ചിട്ട് കർത്താവ് പറഞ്ഞു കേട്ടോ, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഉടനെ അമ്മാവൻ ദേണ്ട് വന്നിരിക്കുന്നു. 8:30 മുമ്പേ ആശ്വസിപ്പിക്കെന്നും പറഞ്ഞ് ചാക്കേട്ട് പോലെ വന്ന് ഇരുന്ന് കൊടുത്താലൊന്നും ആശ്വസിപ്പിക്കത്തില്ല. ആശ്വസിപ്പിക്കും, ആശ്വസിപ്പിക്കും. ഞാൻ വന്നിരിക്കുന്നു, ആശ്വസിപ്പിച്ചാട്ട്. നിങ്ങളിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന അതാ, ആശ്വസിപ്പിച്ചാട്ട്. 8:30 മുമ്പ് ആശ്വസിപ്പിക്കണേ. സ്തോത്രം. എന്നാ ആശ്വാസം തേടി അടുത്തോട്ട് ചെന്നപ്പോ യേശു പറയുക, ചുമ്മാ വന്നിരുന്നാ പോരാ, എന്നോട് കേട്ട് പഠിച്ച് എൻ്റെ നുകമെടുപ്പേൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം വരും. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഇതിനകത്ത് വന്നാൽ ചിലത് പഠിക്കാനുണ്ട്. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ അറിയാത്തതുകൊണ്ട് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഇതിനകത്ത് ചിലത് മനസ്സിലാക്കാതെ ഞാനും ചെന്നിരുന്നതാ. 7 വർഷം ഞാനും ചെന്നിരുന്നു. നിങ്ങൾ 7 അല്ല 70 വർഷം ഈ ഇരിപ്പിരുന്നാലും. പിള്ളേരൊക്കെ വിദേശത്തുണ്ട്, കഞ്ഞൂടി നടക്കും. പക്ഷേ ദൈവികമായ അത്ഭുതങ്ങൾ കാണണമെങ്കിൽ കാര്യങ്ങൾ തിരിച്ചറിയണം. പെൻഷനും പിള്ളേരും വെളിയിലും പെൻഷനും ഒക്കെ ഉണ്ട്. വലിയ ടെൻഷൻ ഇല്ലാതെ നല്ല വെട്ടിക്കകത്ത് കയറി പോകാം കേട്ടോ. പക്ഷെ തിരുവെഴുത്തിലെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ, മനസ്സിലായില്ല. തിരുവെഴുത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ, ഹല്ലേലൂയ. ഇവിടെ അത്യാവശ്യം ജോലിയുള്ളവർക്കും പെൻഷനുള്ളവർക്കും അല്ലെങ്കിൽ പിള്ളേരൊക്കെ വിദേശത്തുള്ളവർക്കും ഇപ്പം ദൂത് ഏറ്റെടുത്തില്ല, എന്നാ വചനം ഏറ്റെടുത്തില്ല, എന്താ? പക്ഷെ കാരാഗ്രഹത്തിൻ്റെ അകത്തെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുമ്പോൾ എത്ര പിടിപാടും ബന്ധങ്ങളും ഉണ്ടെങ്കിലും ചെലവാകാത്ത ഒരു രാത്രി വന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രികൾ നമ്മുടെ ജീവിതത്തിൽ വരും. ആ രാത്രിയിൽ അവർ അന്യഭാരതരാത്രിയിൽ എഴുന്നേറ്റ് പാടി സ്തുതിച്ച് അവർ എന്ത് ചെയ്യുന്നറിയാമോ? ബോംബ് കയ്യിലില്ല, പക്ഷേ അവർ ആ കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങളെ ഇളക്കി കളഞ്ഞു. അവർ വാതിലുകളെ തുറന്നു. അവിടെ വ്യാപരിച്ചത് ദൈവശക്തിയാണ്, അല്ല പിടിപാടല്ല. റോമാ പൗരത്വം അവിടെ വില പോകത്തില്ല. അവിടെ വെളിപ്പെട്ടത് ദൈവശക്തിയാണ്. അവിടെ മനുഷ്യന്റെ കരമല്ല പ്രവർത്തിച്ചിരിക്കുന്നത്, അവിടെ ദൈവത്തിന്റെ കൈയാണ് ഇടപെട്ടിരിക്കുന്നത്. ദൈവമക്കളെ, തിരുവെഴുത്തിലെ അത്ഭുതങ്ങൾ കാണണോ? തിരുവെഴുത്തിലെ അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണണോ? ചിലത് മനസ്സിലാക്കാനുണ്ട്. സ്തോത്രം. പലരും ദൈവത്തെ സമീപിക്കുന്നത് നല്ല ജോലി തരണം കർത്താവേ, എൻട്രൻസ് പാസ്സാക്കണം കർത്താവേ, താ വിദേശത്തേക്ക് വഴി തുറക്കണം കർത്താവേ. അവർക്കറിയാം പ്രാർത്ഥിച്ചാൽ ദൈവം വഴി തുറക്കുമെന്ന്. പക്ഷെ 10-23 വർഷമായിട്ട്
ഒരു പിടിവള്ളി ഇല്ലാതെ നൂൽപ്പാലത്തെ കൂടെ നടന്ന് നോക്കിയിട്ടായി പ്രസംഗിക്കുന്നത്. നേരിട്ട് ദൈവം നടത്തും. കാക്കയെ ഏലിയാവ് ഇരിക്കുന്ന തോട്ടിലേക്ക് അയച്ച ഒരു ദൈവത്തെ ആർക്കെങ്കിലും അറിയാവോ? കാക്കയുടെ കയ്യിൽ അപ്പവും ഇറച്ചിയും രാവിലെയും വൈകിട്ടും ഭക്തന് തോട്ടി കൊടുത്തു വിടുന്ന ഒരു ദൈവത്തെ ആർക്കെങ്കിലും അറിയാമോ? ഹല്ലേലൂയ. മരുഭൂമിയിൽ ഇറച്ചിയും മന്നയും കൊടുത്ത എല്ലാ ദിവസവും കൊടുത്തു. ചിലരുടെ ജീവിതത്തിൽ ചില പ്രതികൂലങ്ങൾ ദൈവം അനുവദിക്കുന്ന എന്തിനാണെന്നറിയാം? കണ്ണൊന്ന് തുറക്കാനാ. കൊട്ടാരത്തിൽ വെച്ച് കേൾക്കാൻ കഴിയാത്ത ദൈവശബ്ദം ഉൾപ്പറപ്പി കേട്ടല്ലോ മോശ. അപ്പം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനുവദിക്കുന്നെങ്കിൽ അത് ദോഷത്തിനല്ല, കണ്ണ് തുറന്ന് ദൈവത്തെ കാണാനാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളല്ലേ നമ്മളെ ഇത്രയും കരുത്തരാക്കിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശബ്ദം കേട്ടത് മുഴുവൻ പ്രതികൂലത്തിന് നടുവിലല്ലേ. ഹല്ലേലൂയ. ഈ ദൈവാസന്റെ സാക്ഷ്യം കേട്ടപ്പോഴും എനിക്കത് മനസ്സിലായി. കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയിൽ ദൈവദാസന്മാർ ദൂത് പറഞ്ഞു, ഇന്ന പോലെ ഉണ്ട് ഒരു അപകടമൊക്കെ വരും, അത് നീ പ്രാർത്ഥിക്കാൻ മാറ്റിക്കോണം, മാറണം, അത് ദൈവവേലക്കൊള്ളാന്നൊക്കെ ആര് മുതലേക്ക് എടുത്തു. പക്ഷെ 3-4 കാരണം പറഞ്ഞ്, വണ്ടി കാരണം പറഞ്ഞ്, തലയും പൊട്ടി കണ്ണും പറഞ്ഞു ചാടി എല്ലാം കഴിഞ്ഞ് ഐസിയു കിടക്കുമ്പോൾ കൃത്യമായി ദൈവശബ്ദം കേട്ടു. അവിടെ വെച്ച് സമർപ്പിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തോളാം, എന്തുകൊണ്ടിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാതിരിക്കുന്നു. അപ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞാൽ കേൾക്കാതെ വരുമ്പോൾ ചിലപ്പോൾ ചില പ്രയാസങ്ങളിലൂടെയൊക്കെ ദൈവം കടത്തി വിട്ടാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, നശിപ്പിക്കാനല്ല, ഇല്ലാതാക്കാനല്ല, പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാനാണ്. ഇതുവരെ കേൾക്കാത്ത ദൈവശബ്ദം കേൾക്കാൻ, ഇതുവരെ കാണാത്ത കാഴ്ചകൾ നിന്നെ കാണിക്കാനാ. എനിക്കും പറയാൻ കഴിയും, കഷ്ടത്തിലായത് ഗുണമായി. ഹല്ലേലൂയ. ഇവിടെ അനന്യാസിനെ പൗലോസിന്റെ അടുക്കലേക്ക് വിട്ടിരിക്കുകയാണ് ദൈവം. അനന്യാസിനെ വിശദമായി സംസാരിക്കുന്നില്ല, കൃത്യമായ സമയത്ത് യോഗം അവസാനിപ്പിക്കുക. അതിനു മുമ്പായിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് പ്രാർത്ഥിക്കുക, ആരാധിക്കുകയും ചെയ്യണം. എൻ്റെ ദൈവശക്തിയുടെ പകർച്ച അനുഭവിക്കാൻ ചിലർക്കെങ്കിലും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരു കൃത്യമായ സമയത്ത് കിട്ടിയ ഒരു ദൈവന വെളിപ്പാട് എൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റിക്കളഞ്ഞു. ഞാൻ ഒരു അടി മുന്നോട്ട് വെക്കാൻ ഒക്കാത്ത രീതി, അമ്മയ്ക്ക് രോഗം വന്ന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുക, തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ 2 ലക്ഷം രൂപ ഡോക്ടർ ചോദിച്ചിരിക്കുക. മൂത്തയേട്ടൻ മദ്യപിച്ചിട്ട് അപ്പനേക്കാളും വലിയ കുടിനായിട്ട് നടക്കുന്ന ഒരു കാലം. ഇന്ന് അവൻ അങ്ങനല്ല, അനുഗ്രഹിക്കപ്പെട്ടു. രണ്ടാമത്തെ ചേട്ടൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു. ബിസിനസ് പൊട്ടി ഒരു കടും കാപ്പിക്ക് പൈസ ഇല്ല. 24ഓളം പേർക്ക് പൈസ കൊടുക്കണം. ജപ്തിയുടെ വാക്കിൽ വീട് നിൽക്കുക. വിറച്ച് നിൽക്കുമ്പോഴാണ് ഒരു ദൈവദാസൻ പറയുന്നത്, നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. എതിലെ കയറി വരും, എങ്ങനെ കയറി വരുവാ, ആര് വഴി തുറക്കും? എന്നിട്ട് ആ ദൈവദാസൻ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിലൊന്ന് പറഞ്ഞത്, മോനെ, ഏദൻ തോട്ടത്തിൽ കയറി നാശം ഉണ്ടാക്കിയ അതേ പിശാച്, പഴയ പാമ്പ് തന്നെ, പഴയ പാമ്പ്, പുതിയ പാമ്പൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ, പഴയ പാമ്പ് തന്നെ ഇന്നും പ്രവർത്തിക്കുന്നു. ലോകം ഇത്രയും പുരോഗമിച്ചിട്ടും പഴയ പാമ്പ് തന്നെയാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. പഴയ പാമ്പ് എത്ര പേർക്കറിയാം? പഴയ പാമ്പ്, ആ പഴയ പാമ്പാ ഇന്നും മനുഷ്യനോട് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ ഉപദേശത്തിലോട്ട് വരണം, പുതിയ ഉപദേശത്തിൻ്റെ പുറകെ പോകരുത്. പഴയതെന്ന് ഞാൻ പറഞ്ഞത്, ഈ 1-ാം നൂറ്റാണ്ടിലൊക്കെ അവർ ശക്തരായി ദുഷ്ടനെ ജയിച്ചതിൻ്റെ രേഖകളുണ്ട്. പുതിയ ഉപദേശത്തിൻ്റെ പുറകെ പോകാതെ ആ പഴയ പാമ്പിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ പഴയ ദൈവദാസന്മാർ പറഞ്ഞതൊക്കെ ഏറ്റെടുത്ത് അതനുസരിച്ച് നീ മുന്നോട്ട് പോയാൽ ആ പഴയതിനെ നീ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ പുതിയ ഉപദേശത്തിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. കാരണം പഴയ പാമ്പ് തന്നെയാണ് നമ്മുടെ പ്രതിയോഗി. അതുകൊണ്ട് പഴയ ഉപദേശങ്ങൾ എടുത്ത് നോക്ക്. അവിടൊക്കെ ശക്തന്മാർ അവരുടെ കാലഘട്ടത്തിൽ ഈ പാമ്പിനെ ജയിച്ച് ജീവിച്ചെങ്കിൽ അതേ പാമ്പ് തന്നെ ഈ തലമുറയിൽ നമ്മോട് പോരാടുമ്പോൾ അവരെന്ത് ചെയ്തോ അത് ചെയ്താൽ മതി, നിനക്കും രക്ഷപ്പെടാം. നീ പുതിയതിൻ്റെ പുറകെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. പുതിയ പ്രവണതയുടെ പുറകെ ഒന്നും പോകണ്ടെന്ന്. പഴയ പാമ്പിനെ കൈകാര്യം ചെയ്യാൻ പഴയ ഉപദേശം ബൈബിളിൽ കിടപ്പുണ്ട്. അവിടെ യോഹന്നാൻ തന്നെ ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇപ്പം ആരാ ദുഷ്ടനെ ജയിക്കുന്നേ? പാട്ട് പാടുന്നവനാണെന്നോ? അല്ല, ശക്തന്മാർ. സ്തോത്രം. പിശാചിനെ ജയിക്കാനുള്ള മാർഗം പൗലോസ് പറഞ്ഞു തരുന്നുണ്ട്. എന്തുവാ? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. എന്നിട്ട് അവനോട് എതിർക്കണം. എതിർക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓട്ടിപ്പോവാം. വിഴുങ്ങാൻ അലർന്ന സിംഹം പോലെ നടക്കുക. അന്ന് ആ ദൈവദാസൻ എനിക്ക് പറഞ്ഞു തന്നതിനകത്തൊരു കണ്ടന്റ് എന്നാണെന്നറിയാമോ? ആ ഏദൻ തോട്ടത്തിൽ കയറി നാശം ഉണ്ടാക്കി അതേ സാത്താനാ നിന്റെ കുടുംബത്തെ നശിപ്പിച്ചിരിക്കുന്നത്. ആ പാമ്പിനെ ചവിട്ടി മെതിക്കാൻ നീ അധികാരപ്പെടണം.
ശാശ്വതമായൊരു നിലനിൽക്കുന്ന വിടുതലും സമാധാനവും നിന്റെ വീട്ടിലുണ്ടാണെങ്കിൽ അടിക്കടി ഉപദേശിമാരെ കൊണ്ടെന്ന് പ്രാർത്ഥിപ്പിച്ച് കാശ് കൊടുത്താൽ പോരാ. നീ ആ അധികാരം ഏറ്റെടുക്കണം. നീയാണ് വാഴേണ്ടത്. നിന്റെ വീടിനകത്ത് നീയാണ് വാഴേണ്ടത്. നീയാണ് അധികാരപ്പെടേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് അധികാരവും എനിക്ക് ശക്തിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ദൈവദാസൻ പറയുക, ഈ അത്യന്ത ശക്തി എന്നവിടെ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, പവർ. ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴറിയാവുന്ന പവർ എന്ന് പറഞ്ഞാൽ അതോറിറ്റി, പവർ, അധികാരം. യേശു എന്തിനാ വിളിച്ചത്? ഞങ്ങൾ അത് പറഞ്ഞ രാവിലെ ഇവിടെ നിർത്തിയത് എന്തിനാ? അധികാരം ഉണ്ടാകേണ്ടതിന്. നിങ്ങൾക്ക് അധികാരം ഉണ്ടാകണം. നമ്മളിങ്ങനെ ഇരിക്കുന്ന പോലല്ല കേട്ടോ. സ്വർഗം നമ്മളെ ഇവിടെയൊക്കെ ആക്കിയിരിക്കും. നമ്മൾ പാട്ടും പാർത്തയും പെന്തക്കോസുകാരാന്നും പറഞ്ഞ് നമ്മളെ പലരും തള്ളിക്കളഞ്ഞിരിക്കുക. കൊട്ടും പാട്ടും തുള്ളിച്ചാടി നടക്കുന്ന, വേറെ പണിയൊന്നുമില്ല, മതം മാറ്റാൻ നടക്കും. എന്നാൽ അങ്ങനെ അല്ല. സ്വർഗം നിങ്ങളെ ഇവിടെ അധികാരികളായിട്ടാണ് നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം തിരിച്ചറിയത്തില്ലെങ്കിൽ ലോകമോ തിരിച്ചറിയുന്നില്ല, പക്ഷെ നമ്മളെങ്കിലും തിരിച്ചറിയണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് ഈ പാസ്റ്റ് പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞു, മോനെ, അതേ പോരാട്ടമാണ് ഇന്ന് നിന്റെ ജീവിതത്തിൽ. അതിനെ ജയിക്കണം. ഈ അത്യന്ത ശക്തി ആരുടെ സ്വന്തമല്ല, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കും. ഞാൻ അതനുസരിച്ചൊന്ന് സ്റ്റെപ്പ് വെച്ചു, അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മേ വന്നു. പിന്നെ കജടത്തപ്പ എന്നും പറഞ്ഞ് ഞാൻ ഇരിക്കുമല്ല. ചർച്ചിൽ അധികാരത്തെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. വചനത്തിൽ കൂടെ സമയമില്ല, കാണിക്കാം. ദൂത് കേട്ടോ, ബാക്കിയെല്ലാം ഞാൻ ഷോർട്ട് കട്ട് ചെയ്യുക. അനന്യാസ് വന്ന് പൗലോസിനോട് പറയുന്നത് എന്നാന്ന് നോക്കിയേ. നിനക്ക് പ്രത്യക്ഷനായി യേശു തന്നെ എന്നെ അയച്ചിരിക്കുന്നത്. എന്തിനയച്ചെന്നറിയോ? വേറെ ഒന്നിനുമല്ല. നീ ആത്മപൂർണനാകണം. നീ എന്ത് ചെയ്യണം? ആത്മപൂർണനാണ്. രണ്ട് കണ്ണും കാണാതെ ഇരിക്കുക, പക്ഷെ അവനോട് പറയുക, നീ ആത്മപൂർണനാകണം. ഒരു ടെലഗ്രാം വരികയാണ്. അന്ന് ഇന്നത്തെ രീതി പറഞ്ഞ ഒരു ടെലഗ്രാം വരുന്നത് പോലെ ഒരു ദൈവദാസന്റെ കയ്യിൽ ഒരു ദൂത് യേശു കൊടുത്തു വിട്ടിരിക്കുക. ഇത്രയും പ്രതിസന്ധിക്കകത്തിരിക്കുന്ന ഒരു പൗലോസിന്റെ അടുക്ക വന്നിരിക്കുന്ന ഒരു സന്ദേശം എന്നാന്നറിയാമോ? നീ ആത്മപൂർണനാകണം. സ്തോത്രം. എന്തായാലും സുവിശേഷ വിരോധി ആയിരുന്നെങ്കിലും, ദൈവദാസന്മാരെ കൊല്ലാൻ നടന്നവനാണെങ്കിലും, ഈ പാവപ്പെട്ടവൻ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഈ ദൂത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, തിരസ്കരിച്ചില്ല. പാവപ്പെട്ട ദൈവദാസൻ അത് ഏറ്റെടുത്തു. തർക്കിക്കാനും വാദിക്കാനും ഒന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായവും 13-ാം അധ്യായത്തിനും ഇടയ്ക്ക് എത്ര കാലഘട്ടം ഉണ്ടെന്നൊന്നും ഞാൻ പഠിക്കാൻ പോയില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം. പിറ്റേ ദിവസമൊന്നും അല്ലെങ്കിലും ഈ 9-ാം അധ്യായത്തിൽ ഒരു ദൂത് വന്നു, നീ ആത്മപൂർണനാകണം. യേശു പറഞ്ഞു വിട്ടിട്ട് വരിക. എന്താ സന്ദേശം? നീ ആത്മപൂർണനാകുക. ഇനി എപ്പോഴാണ് ആത്മപൂർണനാകുന്നത്? സഭായോഗത്തിൻ്റെ 2-ാമത്തെ പാട്ടിൻ്റെ 3-ാമത്തെ സ്റ്റാൻസ 3 പ്രാവശ്യം എടുത്തെടുത്ത് പാടി കഴകമുള്ള പിള്ളേർ ആ കീബോർഡിനകത്ത് കുടുകുടുന്ന് വെക്കുമ്പോൾ കജർത്തപ്പ എന്ന് പറയുന്നതല്ല ആത്മപൂർണത. ആത്മപൂർണനാകേണ്ടത് എവിടാന്ന് ഞാൻ പറഞ്ഞു തരാം. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ നിങ്ങളെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആത്മാവിലാകുന്ന എന്തിനാണെന്നറിയോ? ഒരു റിഹേഴ്സലാണ്, ഒരു പ്രാക്ടീസാണ്. നീ ആത്മപൂർണനാകേണ്ടത് ഇവിടെ മാത്രമല്ല, ഇവിടെ വെച്ച് നീ ചാർജായി, ഇവിടെ നീ അന്യഭാഷ പറഞ്ഞൊന്ന് ബലപ്പെട്ട് നീ ശക്തിപ്പെടുന്നത് എന്തിനാണെന്നറിയാമോ? നിന്റെ ദൈനംദിന ജീവിതത്തിൽ നിനക്കെതിരെ വെല്ലുവിളി വരുമ്പോൾ അവിടെയാ നീ ആത്മാവിലാകേണ്ടത്. പിടികിട്ടിയില്ല. ഞായറാഴ്ച ആത്മാവിലാകാനിരിക്കുക. പ്രശ്നങ്ങൾ വന്ന് തലകിട മൂടിക്കിടക്കുക. ഞായറാഴ്ച ആകുമ്പം 8:15 ചെറുക വരും ആത്മാവിലാകാൻ. അത് 12:15 എല്ലാ ആത്മാവും കഴിയും. സ്തോത്രം. പിന്നെ നമ്മൾ ആത്മാവിലാകണേ അടുത്ത ആഴ്ച ആകണം. എന്നാൽ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതൊരു വിടുതലിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ മരണവീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വേണേൽ വേറെ വാക്യം വായിക്കാം. സ്തോത്രം. മുഖത്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഒന്ന് ഇട്ടാട്ട്. ഒരു സ്തോത്രം. ലേലിയ പേടിച്ച് ഭയം. എനിക്കറിയാം ഈ ഭയത്തിൻ്റെ കാരണം ഇന്ന് ചിലതിന് അടി കിട്ടും. നിൻ്റെ നിന്ന് ചിലതിന് കിട്ടാൻ പോവാ. നമുക്കൊരു പ്രതിയോഗി ഉണ്ടെന്ന് അറിയാവോ? സ്തോത്രം.
ഞാൻ സത്യം പറയാം, നമുക്കൊക്കെ ഒന്ന് അനങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റാത്ത എന്നാന്നറിയോ, ഇവിടെ വേറെ ആളുണ്ട്. യൂദാ ഇവിടെ തിരുവത്താഴം എടുത്തുകൊണ്ടിരിക്കുമ്പം വേറൊരു പുള്ളി അവിടെ കയറി വന്ന് യൂദായം വിളിച്ചുകൊണ്ട് പോയി. യേശു ഇരിക്കുന്നിടത്തുനിന്ന് അടിച്ചുകൊണ്ട് പോയെങ്കിൽ PMGക്കകത്ത് കയറാൻ എന്നെ അതിന് കഴിയത്തില്ലേ? നിങ്ങൾ മിണ്ടത്തില്ല. ഇങ്ങനെ ഇരുന്നു നിങ്ങൾ. യേശു നടത്തുന്ന തിരുവത്താഴ ശുശ്രൂഷയുടെ ഇടയ്ക്ക് ആ മുറിക്കകത്തോട്ട് വേർത്തം കയറി വന്നെന്ന യൂദാ പെട്ടെന്ന് ധൃതി വെച്ച് ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. പിന്നെ പത്രത്തിൽ വന്നു തൂങ്ങിച്ചത്തത്. ആ സാത്താൻ മരിച്ചു പോയോ? യൂദായെ വിളിച്ചുകൊണ്ട് പോയവൻ ചത്തുപോയോ? നിങ്ങൾക്ക് പ്രതികരിക്കാൻ പോലും പറ്റാത്തത് ഞാൻ സംശയിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? നിങ്ങളൊന്ന് ഉണരാരാ? നിങ്ങൾ ആരെയാ പേടിച്ചിരിക്കുന്നത്? ക്ലോക്കാണോ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു? സ്തോത്രം. കൂടപ്പിറപ്പുകളെ, 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വന്നു നോക്കിയേ. 13:9. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. ഈ മാർഗം, ഈ വകുപ്പൊന്നും പരിചയമില്ലാത്തവരാ പൗലോസ്. പള്ളിയിലെ കാര്യങ്ങളൊക്കെ പൗലോസിന് അറിയത്തുള്ളായിരുന്നു. എന്നാൽ ദൈവദാസന്റെ ദൂത് ഏറ്റെടുത്ത് ആ 13-ാം അധ്യായത്തിനും 9-ാം അധ്യായത്തിനും ഇടയ്ക്ക് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? യേശു പറഞ്ഞത് ഏറ്റെടുത്ത് അവൻ ആത്മപൂർണനാകാൻ ശീലിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. വചനം ഏറ്റെടുക്കുന്നവന്റെ വിടുതൽ നീ ശ്രദ്ധിച്ചോണം. വചനം ഏറ്റെടുത്ത് അതുപോലെ ചെയ്യുന്നവന്റെ വിടുതൽ ശ്രദ്ധിച്ചോണം. ഞാൻ ചോദിക്കട്ടെ, ഈ അനന്യാസ് പറഞ്ഞു കൊടുത്ത ദൂത് ഏറ്റെടുത്തു. അവൻ സ്നാനപ്പെട്ട് ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് അവനിപ്പോൾ ഏത് സാഹചര്യത്തിലും അവൻ ആത്മപൂർണനാകാൻ പ്രാക്ടീസ് നേടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള പൗലോസിന്റെ അടുക്കലാണ് ഏലീമാസ് പ്രശ്നം ഉണ്ടാക്കിയത്. ഞാൻ നിങ്ങളൊരു കാഴ്ച കാണിച്ചു തരാം. അപ്പോൾ ശൗൽ പരിശുദ്ധാത്മപൂർണനായി. എപ്പോൾ സഭായോഗത്തിന് വന്ന് 2-ാമത്തെ പാട്ടിന്റെ 4-ാമത്തെ സ്റ്റാൻസ് പാടിയപ്പോഴെന്നല്ല എൻ്റെ മേളത്തെ വാക്യം. എപ്പോഴാ നോക്ക്. ഇത്രയും പ്രസംഗിച്ചിട്ട് ഇത്രയെല്ലാം പറഞ്ഞിട്ടൊന്ന് ആത്മാവിൽ അനങ്ങാൻ പറ്റാത്തത് ഈ ഗവൺമെൻറ് ഓഫീസിലെ എലിമാസ് എന്ന് പറയുന്ന പോലെ ഒരുത്തൻ നിനക്കേറെ മേക്കിട്ട് കയറാൻ വരുമ്പോൾ നീ ബാലും ചുരുട്ടി ഓടുന്നി. അല്ലെ CPM-മാരെ വിളിക്കും, ഗുണ്ടകളെ വിളിക്കും. ഇപ്പോൾ വിദേശമാരൊക്കെ ആത്മാവിലാകാൻ കഴിയാഞ്ഞിട്ട് ഞങ്ങളുടെ IPC-യിലൊക്കെ വേണ്ട ഈ കുന്തറാണ്ടത്തിൽ കൂടെ ഇത് അതിവേഗം ഓടുന്ന വചനമാണ്. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ ഇന്നുള്ളതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്നിപ്പം വലിയ പ്രശ്നമാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വിഷയമാണെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒന്നും ആവശ്യം സത്യത്തിലില്ല. ഇവിടെ കേട്ടാൽ മതി. കൂടപ്പിറപ്പുകളെ, എപ്പോഴാണ് ആത്മാപൂർണനായത്? അവിടെ എഴുതിയേക്കുക, ദേശാധിപതിയോടെ നിൽക്കുന്ന ഒരാള്, ദേശാധിപതി എന്നുള്ള വാക്കൊന്ന് എടുത്തു വെച്ചു, മനസ്സിൽ വെച്ചു. അവിടുത്തെ ദേശാധിപതി എന്ന് പറഞ്ഞ് പൈശാചൊന്നും അല്ല, അവിടുത്തെ ദേശം ഭരിക്കുന്ന ആളാ. പക്ഷെ എന്നാലും ഞാൻ ഇതിനെ ഇച്ചിരി കൂടെ ഒന്ന് കട്ടി കുറച്ച് പറയാ. ദേശാധിപതിയുടെ ആളുകളൊക്കെയാ നമ്മളെ എതിർക്കുന്ന കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. ദേശാധിപതിയോട് ചേർന്ന് നിൽക്കുന്നവൻ അഭിഷക്തനോട് എതിർത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. ന്യായപ്രമാണം സൂക്ഷ്മമായി പഠിച്ച പൗലോസ് ദാവീദിനെ മനസ്സിൽ ധ്യാനിച്ച് കല്ലുവെറുക്കി എറിഞ്ഞെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ ഇതൊന്ന് കാണിച്ചു തന്നിച്ച് ഞാൻ വേഗം അങ്ങ് പോവാം. ഒന്ന് പ്രാക്ടീസ് ചെയ്തോ ജീവിതത്തിനകത്ത്. ഇന്നുള്ളതിനേക്കാൾ വലിയ വിടുതലുണ്ടാവും, ഇന്നുള്ളതിനേക്കാൾ സമാധാനം ഉണ്ടാവും. ഒരു ശക്തി കേന്ദ്രത്തിലും പോകണ്ട, വിടുതൽ നിന്റെ നാവിലുണ്ട്. ജീവനും മരണവും നിന്റെ നാവിലിരിപ്പുണ്ട്. ജീവനും മരണവും നിന്റെ നാവിലിരിപ്പുണ്ട്. ഒരു കെടികെട്ടിയ ദൈവദാസനും വരണ്ട. നിങ്ങളുടെ വിടുതലിന് വേണ്ടി നിങ്ങളുടെ വായിക്കാത്തിരിപ്പുണ്ട്. നിങ്ങളുടെ വിടുതൽ, ജീവനും മരണവും നിങ്ങളുടെ വായിക്കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ബാബൂട്ടി ഇരിക്കുന്ന നിനക്ക് വിടുതലില്ല.
അവര് പാടുവാനും സ്തുതിക്കുവാനും തുടങ്ങിയപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ഇതെവിടുന്ന് കിട്ടിയ ആശയം? പൗലോസിന് എവിടുന്ന് കിട്ടിയ ആശയം? പൗലോസ് പറയും, സൂക്ഷ്മമായി ദൈവവചനം പഠിച്ചപ്പോൾ യഹോശാഫാത്തിന് നേരെ 3 സൈന്യം ഒരുമിച്ച് അണിനിരന്നപ്പോൾ ലേവ്യ ചെറുക്കൻ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ പോരാടരുത്, യുദ്ധം യഹോവ ചെയ്യും. യുദ്ധം യഹോവ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സംഗീതക്കാരെ കൊണ്ടുവരിക. അവർ സംഗീതക്കാരി വന്ന്, യഹോവ നല്ലവനല്ലോ, അവന്റെ എന്നേക്കുമുള്ളത് പാടുവാനും സ്തുതിക്കുവാനും തുടങ്ങിയപ്പോൾ യഹോവയുടെ കൈ മോവാബ്യർക്ക് നേരെ ചെന്നു. യഹൂദയ്ക്ക് വിരോധമായി വന്ന മോവാബ്യരെ യഹോവയുടെ കൈ ചിതറിച്ചു കളഞ്ഞു. അങ്ങനെ അവർ തോറ്റുപോയി. ഇത് സൂക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കിയവൻ പ്രതികൂലത്തിന്റെ നടുവിൽ അവന് മനസ്സിലായി, വലിയ അപ്പോസ്തലൻ കളിച്ച് നടന്നാ പോരാ. ഈ സമയത്ത് എന്റെ അധരത്തിലാണ് ജീവനും മരണവും ഇരിക്കുന്നത്. അവർ പാടുവാനും സ്തുതിക്കുവാനും തുടങ്ങിയപ്പോൾ അതുവരെ നടക്കാത്ത മിറക്കിളുകൾ നടക്കാൻ തുടങ്ങി. വാതിലുകൾ തുറക്കാൻ തുടങ്ങി, ചങ്ങലകൾ അഴിയാൻ തുടങ്ങി, അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. എപ്പോഴാ ആത്മാവിലായത്? എപ്പോഴാ? സൺഡേ സർവീസിലല്ല. സൺഡേ സർവീസും മറ്റു മീറ്റിങ്ങുകളും നമുക്കിതിനുള്ള റിഹേഴ്സലാണ്. ഇപ്പൊ മാസത്തിൽ 3 ദിവസം മാറിയിരുന്ന് ഇതൊന്ന് പ്രാപിച്ച് ബലപ്പെടുക. എന്തിനാണെന്നറിയോ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് പ്രയോഗിക്കാൻ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യണം. കേട്ട് എഴുതിയെടുത്താൽ പോരാ, കേട്ട് തലയാട്ടിയാൽ പോരാ, കേട്ട് ചെയ്യണം. ഇപ്പൊ പൗലോസ് ആത്മാവിലായി, ആത്മപൂർണനായി. പൗലോസിന് യേശുവിൽ നിന്ന് വന്ന സന്ദേശം എന്തുവാ? നിനക്ക് പ്രത്യക്ഷപ്പെട്ട യേശു എന്നെ അയച്ചിട്ട് പറയുക, നിന്നോട് പറയണം നീ ആത്മപൂർണനാകാൻ പഠിച്ചോളാൻ. അതിന് വേണ്ടതൊന്നുമില്ല, വേറെ ഒന്നുമില്ല. മാനസാന്തരത്തിൽ സ്നാനപ്പെട്ട പരിശുദ്ധാത്മാവ് വരും. പിന്നെ ആത്മനിറവിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ജീവിക്കുക. അങ്ങനെ ജീവിച്ചാലുള്ള ഗുണം എന്നാണെന്നറിയോ? അത് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇത് നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് ആരും എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വരരുത്. പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എൻ്റെ അടുക്ക ആരും പ്രാർത്ഥിക്കാൻ വരണ്ട, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ഹല്ലേലൂയ. ചെറിയൊരു അസ്വസ്ഥതയുണ്ട് ശരീരത്തിന്, എന്നാലും ഞാനങ്ങ് നിൽക്കുക. കൂടപ്പറപ്പുകളെ, എപ്പോഴാണ് ആത്മാവിലായത്? അവിടെ ഉണ്ട്. സമയം കളയുന്നില്ല. ഏലിമാസ് എന്ന് പറയുന്ന ഒരുത്തനെ എതിർത്ത് നിന്നവരോട്, പൗലോസിനോട്. അപ്പോൾ അവിടെ നമുക്ക് ചുരുക്കി പറയാം, ഒരു എതിർപ്പ് വന്നപ്പോൾ പൗലോസിൻ്റെ വിധം അങ്ങ് മാറി. ഒരു എതിർപ്പ് വന്നപ്പോൾ, ജീവിതത്തിന് നേരെ ഒരു പ്രതിസന്ധി പൊങ്ങി വന്നപ്പോൾ അവൻ ആളങ്ങ് മാറി. ഞാൻ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് വിദേശത്ത് പോയിട്ടുള്ളത്, അല്ല ജോലിക്കല്ല. 2008 ആദ്യമായിട്ട് വിദേശത്ത് പോകുന്നത്. പണ്ടൊക്കെ തിരുവനന്തപുരത്ത് ആൾക്കാരെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ട് എയർപോർട്ടിൽ. എന്നാൽ പ്ലെയിനൊക്കെ മണ്ടയ്ക്ക് റാന്നി കൂടെ വരുമ്പോഴത്തേനും കുരിശു പോലാവും, ചെറുതാവും, കാണത്തില്ല, അറിയത്തില്ല, ചെറുതാ. പക്ഷെ ആദ്യമായിട്ട് ഇതിനകത്ത് കയറിയിരുന്നപ്പോൾ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കയറിയിരിക്കുക ദുബായി പോകാനായിട്ട്. പക്ഷേ ഇത്ര കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ ബസ് പോകുന്ന പോലെ പോകാൻ തുടങ്ങി. എനിക്ക് ബസ്സിനേക്കാളും വ്യത്യാസമൊന്നും തോന്നിയില്ല, കാരണം ബസ് പോകുന്ന പോലെ ഇത് പോവാം. അപ്പോൾ ഞാൻ അടുത്തിരുന്ന ഒരുത്തനോട് ചോദിച്ചു, ഇതിങ്ങനെ പോയാൽ എന്ന് ഷാർജ ചെല്ലുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, അധികം നേരം ഇതിങ്ങനെ പോകത്തില്ല, അത് ബസ് പോകുന്ന പോലൊക്കെ ഇങ്ങനെ പോയച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശബ്ദമെല്ലാം മാറി. അതുവരെ ബസ്സിൻ്റെ ശബ്ദമൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഒരേരപ്പും ഒരു വല്ലാത്ത ഭീകരാന്തരീക്ഷം ഉളവാകുന്ന ഒരു ശബ്ദമെല്ലാം കൂടെ വന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്തെന്നറിയാമോ? ബസ്സിനുള്ള പോലെ ടയർ അതിനും ഉണ്ട്, പക്ഷേ കാക്ക കാല് മടക്കുന്ന പോലെ ആ ടയറുകളെല്ലാം അത് മടക്കി വെച്ചേച്ച് മറ്റൊരു എഞ്ചിൻ ഓണായപ്പോൾ പിന്നെ അത് നിലത്തല്ല, എയറിലാണ്. ഇതുപോലെ ഹല്ലേലൂയ, നിന്റെ പോരിന്റെ ആയുധം ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാണ്. ഹല്ലേലൂയ. നീ ആത്മാവിലായി കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലൂയ, പിന്നെ നീ അല്ല സംസാരിക്കുന്നത്, നീ അല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഒന്ന് ആത്മാവിൽ ചിലത് ചെയ്യാൻ കഴിയും? ആത്മാവിൽ ആരംഭിച്ചിട്ട് ചിലർ ജഡത്തിലേക്ക് തിരിച്ചുപോയി.
വീട്ടിനകത്ത് കുഞ്ഞിന് അസുഖമെന്ന് പറയുമ്പോൾ നല്ല പീഡിയാട്രീഷ്യന്റെ ഫോൺ നമ്പർ അല്ല നോക്കേണ്ടത്. അന്യഭാഷ പറഞ്ഞ് ആത്മാവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ രോഗാത്മാവ് വിട്ടുപോ. ഒരു എതിർപ്പ് വന്നപ്പോൾ, ഒരു പ്രതികൂലം വന്നപ്പോൾ പൗലോസ് ആത്മപൂർണനായി. ഒരു ദൈവവൈതലിന് ആത്മീയം അവിടെയാ വെളിപ്പെടുന്നത്. ഒരു ദൈവിക ഒരു പ്രതിസന്ധി വരുമ്പോൾ ചീറ്റെന്തറിയും പറയല്ല, രാഷ്ട്രീയക്കാരുടെ പറയുമല്ല, പോലീസിനെ വിളിക്കുകയല്ല. യഥാർത്ഥ ആത്മീയൻ പ്രതികൂലം വരുമ്പോൾ അവൻ ആത്മാവിലാകും. അവൻ ആത്മാവിലായി കഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ജഡത്തിലല്ല നാം പോരാടേണ്ടത്, നാം ആത്മാവിലാണ് പോരാടേണ്ടത്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആത്മാപൂർണനായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അടുത്തതൊക്കെ വായിച്ച് സംസാരിച്ചു കൊണ്ട സമയം പോ അത്ഭുതപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് പിന്നെ അവിടെ കിടക്കുന്നേ. അവൻ പറയുവാ, സാത്താന്റെ മോനെ, ദേശാധിപതിയുടെ വലം കയ്യാ. നീ ഏത് ദേശാധിപതിയുടെ ആരായാലും എനിക്ക് നിന്നെ ഇങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. സാത്താന്റെ മോനെ, നീ ദൈവത്തിന്റെ വഴിയാണ് മറിക്കുന്നത്. എല്ലായിടത്തും ഇത് പ്രസംഗിക്കപ്പെടണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുക. എല്ലാവരും ഇത് അറിയണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. ആ വഴിയെ മറിക്കുന്ന ആരായാലും അവൻ സാത്താന്റെ മകനാണ്. അവന്റെ അടുക്കൽ കൈകാര്യം ചെയ്യേണ്ടത് ആത്മാവിലായിരിക്കണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ആത്മാവിൽ ഇതിനെ എതിർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എലിമാസിനെ ചലിപ്പിക്കുന്നത് ഒരാത്മാവാണെങ്കിൽ നിന്നെ ചലിപ്പിക്കേണ്ടതും ഒരാത്മാവായിരിക്കണം. എലിമാസിനെ ചലിപ്പിക്കുന്നത് ഒരാത്മാവാണെങ്കിൽ നിന്നെ ചലിപ്പിക്കുന്നത് ഒരാത്മാവ് തന്നെയാണ്. ആത്മാക്കള് നമ്മളുടെ യുദ്ധമാണ് നടക്കുന്നത്. ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമില്ല, നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടമില്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എലിമാസിന്റെ അപ്പന്റെ പേര് എന്തും ആയിക്കോട്ടെ, അവൻ ആരുടെ മോനും ആയിക്കോട്ടെ, പക്ഷെ പൗലോസ് പറഞ്ഞു നീ സാത്താന്റെ മകനാണ്. നിനക്ക് എത്ര ഔദ്യോഗിക പദവി ഉണ്ടെങ്കിലും, നീ ഏത് ദേശാധിപതിയുടെ ഏത് വലിയ ഓഫീസറായാലും എനിക്ക് നിന്നെ അങ്ങനെ കാണാൻ കഴിയത്തില്ല. നീ സാത്താന്റെ മകനാണ്. സാത്താനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പൗലോസിന് അറിയാമായിരുന്നു. കർശനമായ കമാൻഡുകൾ പൗലോസിന്റെ വായിൽ നിന്ന് വന്നു. അവൻ പറഞ്ഞു, പൗലോസ് പറയാ, ആത്മപൂർണനായി മാറിയ പൗലോസ് പറയാണ്, ശൈത്താന്റെ മോനെ, സകല ദൂർത്തും നിറഞ്ഞവനെ, ദൈവത്തിന്റെ വഴിയെ മറിച്ച് കടന്ന് നിനക്ക് മതിയായില്ല, നീതിയുടെ ശത്രുവേ, ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേ വരും. നീ കുറച്ച് സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കാം. അടുത്ത വാക്യം വായിക്കുന്ന ഇങ്ങനെയാ, പൗലോസ് പറഞ്ഞതുപോലെ. ആ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാ. പൗലോസ് പറഞ്ഞതുപോലെ ഒരു തിമിരവും ഞാൻ ചോദിക്കട്ടെ, അത് ചെയ്തത് കർത്താവിൻ്റെ കയ്യാ. കർത്താവിൻ്റെ കയ്യെ ചലിപ്പിക്കുന്നത് ആരാ? അവൻ്റെ ആത്മാവുള്ളവരാ. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? ആ കൈകളെ ഇവിടെ ചലിപ്പിക്കാനാണ്, ആ കയ്യെ ഇവിടെ ചലിപ്പിക്കാനാണ്. ഹല്ലേലൂയ. ആ അധികാരം ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. നീ പറയുന്നിടത്ത് ആ കരം വരും. അത് സൗഖ്യത്തിനായാലും പ്രതികൂലമായിട്ടായാലും ആ കൈ നിനക്ക് വേണ്ടി വ്യാപരിക്കും. ഹല്ലേലൂയ. യഹോവയുടെ കൈ എലീശയുടെ വന്നതുപോലെ നീ പറയുന്നിടത്ത് ആ കൈ ചലിക്കും. ഇതൊക്കെ വിശ്വസിച്ച് നീ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാക്കുവാൻ ആ കരം നീട്ടും. ഇപ്പൊ പത്രോസ് പറയാ, എന്റെ സ്വന്തം ശക്തിയോ ഭക്തിയോ ഒന്നുമല്ല ഈ ബലഹീന മനുഷ്യൻ ഇന്ന് ആരോഗ്യം വന്നിരിക്കുന്നത്. എൻ്റെ ശക്തിയോ ഭക്തിയോ ഒന്നുമല്ല, നിങ്ങൾ ക്രൂശിച്ച നസ്രേനായ യേശുവാണ് ഇത് ചെയ്തിരിക്കുന്നത്. മറ്റൊരിടത്ത് അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. അപ്പോൾ അപ്പോസ്തലന്മാർ ചെന്ന് പിടിക്കുന്നിടത്ത് ആ കൈ നീണ്ടു വരികയാണ്. അത് സൗഖ്യത്തിനായാലും അത് പ്രതികാരത്തിനായാലും അത് അനുകൂലമായിട്ടായാലും
ഒരുത്തന് വേണ്ടി ചലിക്കുന്ന ഒരു കരമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? ആത്മാവ് ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ പൈതലെ, ദൈവവും നീയുമായുള്ള ബന്ധത്തിന്റെ ലക്ഷണമാണ് ആത്മാവുള്ളവർ ദൈവാത്മാവുള്ളവർ. അവർക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം ആഴത്തിലുള്ളതാണ്. അവർ പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞെടുത്ത് കർത്താവിന്റെ കരം വന്നു. അതെന്താ? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം എന്താന്ന് ഒരു മിനിറ്റ് പറഞ്ഞ് ഞാൻ നിർത്താൻ പോവാ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിനെ കുറിച്ചും ജനിക്കുന്നതിനെ കുറിച്ചും എല്ലാം സുവ്യക്തമായി പ്രവചിച്ച ആളാണ് യെശയ്യാവ്. അദ്ദേഹത്തിൻ്റെ പ്രവചനത്തെ നമ്മൾ നിഷേധിക്കരുത്. കൃത്യമാണ്. അദ്ദേഹം ഈശായുടെ കുറ്റിയിൽ നിന്ന് വരുമെന്ന് പറഞ്ഞ് അങ്ങനെ തന്നെയാണ്. കുറ്റിയിൽ നിന്നാണ് വന്നത്, കുടുംബത്തിൽ നിന്നാണ്, ഈശായുടെ കുടുംബത്തിൽ നിന്നാണ് വന്നേ. കന്യകെ കൂടെ വരുമെന്ന് പറഞ്ഞു. യെസ്, മാറ്റമൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ 11-ാം അധ്യായത്തിൽ അല്പം കൂടെ കയറി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈശായുടെ കുറ്റിയിൽ നിന്ന് വരും, എന്നിട്ട് പറയാം അവൻ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുമെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഇങ്ങനൊരു കാര്യം പറഞ്ഞു: അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ്. നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എവിടെ? യോർദാൻ്റെ തീരത്ത് സ്നാനക്കടവിൽ നിന്ന് കയറി വരുമ്പോൾ 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് എഴുതി വെച്ചത് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് യേശുവിൽ വന്നു കഴിയുമ്പോൾ യേശുവിൽ വെളിപ്പെടുന്ന ഒരു പ്രത്യേകത അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങളത് കണ്ടു കാണത്തില്ല. സാത്താൻ നിങ്ങളത് കാണിക്കത്തില്ല. സാത്താൻ ഇത് നിങ്ങളെ കാണിച്ചു തന്നാൽ നിങ്ങളിത് മനസ്സിലായ സാത്താൻ്റെ ഇരിക്കപ്പൊറുതി പോകും. നിങ്ങൾ സാത്താൻ ഭയപ്പെടും. പിന്നെ നിങ്ങൾ കഴിവതും സാത്താൻ വചനങ്ങളെ മറച്ചു വെച്ചേക്കുക. സത്യം നിങ്ങൾ അറിയരുത്. യേശു പറയാ, സത്യം അറിയുന്നവർ സ്വതന്ത്രരാകും. സത്യങ്ങൾ അറിയുന്നവർ എന്ത് ചെയ്യും? സ്വതന്ത്ര. ഇവിടെ സത്യം ഞാൻ പറയട്ടെ. യെശയ്യാവ് പറയുക, അവൻ്റെ മേൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ അവിടെ പറയാ, ആത്മാവിൻ്റെ ഗുണങ്ങളൊക്കെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഭക്തിയുടെ ആത്മാവ് എന്നൊക്കെ പറഞ്ഞു. ഈ ആത്മാവ്, കാരണം ഒത്തിരി ആത്മാക്കളുള്ളതുകൊണ്ട് ഈ ആത്മാവിനൊരു അഡ്രസ്സ് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ആത്മാക്കളുള്ള ലോകത്തിലായതുകൊണ്ട് യേശു തന്നെ ചോദിക്കുന്നുണ്ട്, ഏത് ആത്മാവിന്? അതുകൊണ്ട് പിന്നെ ഈ ആത്മാവിൻ്റെ അഡ്രസ്സ് അവിടെ പറഞ്ഞതേ ഉള്ളൂ. ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്, യഹോവ ഭക്തിയുടെ ആത്മാവാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞേക്കുന്നുണ്ടോ? യെശയ്യാവ് 11:4 ഒന്നിട്ടേ, ഇതിനകത്തൊന്നിട്ടേ. യെശയ്യാവ് 11:4 എന്നിട്ടേ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും. അവിടെ പോണ്ട. അതിനകത്തൊരു വാക്കുണ്ട്. ഇത് മാത്രം വായിച്ചാൽ മതി. ആദ്യം ഇങ്ങനെയാണ്, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. പക്ഷേ അതിനകത്ത് എനിക്ക് കാണിച്ചു തരാനുള്ള ഒരു വെളിപ്പാട് എന്നാണെന്നറിയാമോ? ഇത് നോക്കിയേ, തൻ്റെ വായ. ഇതൊന്ന് നോക്കിയേ, തൻ്റെ വായ എന്ന വടി. അതൊന്ന് നോക്കിയേ, തൻ്റെ വായ എന്ന വടി. കണ്ടോ? എല്ലാവരും കണ്ടോ? യേശു ഇവിടെ വന്നപ്പം നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് നമ്മുടെ മോശപ്പച്ചൻ്റെ വടി എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? യോശുവയുടെ പെട്ടകം എവിടെയും ഇരിപ്പുള്ളതായിട്ട് അറിയാവോ? നമ്മുടെ ഏലിയാവിൽ നിന്ന് എലിശയുടെ വീണ പുതപ്പ് എവിടെയെങ്കിലും ഇരിക്കുന്നതായിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? അതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു പയറ്റാമായിരുന്നും പറഞ്ഞ് മോശയുടെ വടിയും ഏലിയാവിൻ്റെ പുതപ്പും യോശുവയുടെ പെട്ടകവും തപ്പി നടക്കുമല്ലായിരുന്നു യേശു പറഞ്ഞു, ആത്മാവുള്ളവന് അവന് തൻ്റെ വാ മതി. ദൈവാത്മാവുള്ളവർക്കിനി അവൻ്റെ വാ മതി. അവൻ്റെ വായൊരു വടിയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ എഴുതിയൊക്കെ തന്നെ അറിയാമോ? ആത്മാവ് ആവസിച്ച് കഴിയുമ്പോൾ അവൻ തൻ്റെ വാ എന്ന വടി പോലെ ഇരിക്കാതെ ഒന്ന് ഏറ്റെടുക്കൂ. അഭിഷേകം പ്രാപിച്ചവരോട് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ വായ ഒരു വടിയാണെന്നാ പഴയ നിയമം പറയും. ഈ വടി അടിക്കാനുള്ളതാ. അവിടെ എഴുതിയേക്കുന്നുണ്ടോ? അടിക്കുന്ന എന്നത്തിന്? പശുവിനെ അടിക്കുമെന്നല്ല എഴുതിയേക്കുന്നത്. അങ്ങോട്ട് നോക്ക്. അവൻ വായെന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും. അടുത്തത്, അധരത്തിന്റെ ശ്വാസം കൊണ്ട് അവൻ ദുഷ്ടനെ കൊല്ലും. കണ്ടോ? ഇനി നിങ്ങൾ നോക്ക്. തൻ്റെ പടകിനെ മുക്കുമെന്ന് വെല്ലുവിളിച്ച ആർത്തലറി വരുന്ന തിരമാലെ വായിന്ന് പുറപ്പെട്ട വാക്കുകൊണ്ട് അടിച്ചമർത്തി. ക്യാൻസർ നിന്നെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചാൽ അതിനെ അടിച്ചമർത്താൻ നിന്റെ വായിക്കാത്തൊരു വഴിയിരിപ്പുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവം നിന്നെ കാണിക്കുകയാണ്.
ശിഖാബാര ഹന്ദരാദര അറമാ ഹത്തുരി അസറ ബന്ന ഹട്ട ലബാർ ദബാ ജലസ്തരാദല ഹംദല രജല വരദുനിയ അർത്തരിഖാര ബക്ഷാര ഗന്ധുരാജല ഹസീബ റഖാലബ. അന്യഭാഷയിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ഈ ബലം ഏറ്റെടുത്താട്ട് നിന്റെ വായിക്കകത്തിരിക്കുന്ന അധികാരത്തെ പലപ്പോഴും തിരിച്ചറിയാതെ നീ വിടുതലിന് വേണ്ടി ഓടുമ്പോൾ ദൈവം പറയാ, അഭിഷേകം പ്രാപിച്ച ദൈവമൈതലേ, ഏത് എലിവാസ് നിനക്കെതിരെ വന്നാലും നിന്റെ വായ ഒരു വടിയാണ്. അന്യഭാഷ പറഞ്ഞു മാത്രം ആത്മാവിൽ നിറഞ്ഞു പോകാനല്ല, അടിക്കേണ്ടതിനെ അഴിക്കാൻ, കെട്ടേണ്ടതിനെ കെട്ടാൻ, അഴിക്കേണ്ടത് അഴിക്കാൻ. നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയും, നീ കെട്ടിയാൽ അത് സ്വർഗത്തിൽ വരെ കെട്ടപ്പെടാം. നീ ആത്മാവിൽ നിറഞ്ഞൊരു കെട്ട് കെട്ടിയാൽ അതിനെ അഴിക്കാൻ ഇവിടുത്തെ മന്ത്രവാദിക്ക് കഴിയത്തില്ല. എന്ന മന്ത്രവാദി കെട്ടിയതിന് നീ അഴിക്കും. നിങ്ങളാ വ്യത്യാസം കേട്ടോ, ഞാൻ പറഞ്ഞ വ്യത്യാസം കേട്ടോ. നീ ഒരു കെട്ട് ഭൂമി കെട്ടിയാൽ അത് സ്വർഗം വരെ കെട്ടപ്പെട്ടിരിക്കും. ഒരു മന്ത്രവാദിക്ക് ഇനി സ്വർഗത്തിൽ പോലും ആരും അഴിക്കുകയല്ല. തബീതെ എഴുന്നേക്കുക എന്ന് ഇവിടെ ഒരുത്തം പറഞ്ഞാൽ സ്വർഗം അതിന് തടസ്സം നിൽക്കത്തില്ല. പർദീസായിൽ വിശ്രമിക്കുന്ന തബീതയുടെ ആത്മാവിനെ വേഗം അവിടുന്ന് പാക്ക് ചെയ്തു. കാരണം അധികാരമുള്ളവൻ വിളിക്കുന്നു. സ്വർഗം തടസ്സം നിന്നോ? സത്യം പറഞ്ഞാൽ ഇത് കൃപയുടെ ശുശ്രൂഷയാണ്. മനുഷ്യപുത്രൻ പ്രാണനെ നശിപ്പിക്കാൻ വന്നതല്ല, ജീവൻ കൊടുക്കാൻ വന്ന. എന്നിട്ടും പത്രോസ് ചാടിക്കയറി പറഞ്ഞു, നിന്നെ അടക്കുവടി. ഇന്ന് സഭായത്തിന് വന്ന ഒരുത്തിയോട് പറയാം, നിന്നെ അടക്കും, നിന്റെ ഭർത്താവിനെ അടക്കിയെന്ന്. സ്വർഗം ഒന്നും പറഞ്ഞില്ല. എൻ്റെ കർത്താവ് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു, എടാ കൊല്ലാനല്ലടാ, പണ്ടേ പറഞ്ഞല്ലടാ, തീ ഇറക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്നേ പറഞ്ഞല്ലടാ, കൊല്ലാനല്ലടാ, എടാ കൊല്ലാനല്ലെന്ന് പറഞ്ഞു. തടസ്സം നിന്നോ? കാരണം നീ അവിടെ കെട്ടിയാൽ സ്വർഗം വരെ അത് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായി. നീ കെട്ടിയാൽ സ്വർഗത്തിൽ പോലും അഴിക്കത്തില്ല ആരും. സ്വർഗത്തിന് അഴിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, കർത്താവ് അത് അംഗീകരിച്ച് വെച്ചേക്കുക. ഏത് കെട്ടാ സ്വർഗത്തിന് അഴിക്കാൻ പറ്റാത്ത? പക്ഷെ നീ കെട്ടിയാൽ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ നീ ഒരു കാര്യം പറഞ്ഞാൽ സ്വർഗം അതിനെ ഒന്നും തടസ്സപ്പെടുത്തത്തില്ല. സ്തോത്രം, സ്തോത്രം. എന്നാൽ മന്ത്രവാദികൾ എത്ര കെട്ടിയാലും നീ അത് അഴിക്കും. നീ ഒരു വാക്ക് പറയുമ്പോൾ അത് അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഒരു ശക്തിക്ക് നിന്നെ ഒതുക്കാൻ ഒക്കത്തില്ല. കാരണം ലോകത്തിലുള്ളവരെക്കാട്ടിലും വലിയവരെയാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്നത്. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത് മനസ്സിലായ എൻ്റെ ജീവിതം മാറി. ഹല്ലേലൂയ. എൻ്റെ അമ്മയെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കൽപ്പിച്ചപ്പോൾ എൻ്റെ അമ്മ സൗഖ്യമായി. ശാപങ്ങൾ അഴിഞ്ഞു. സ്തോത്രം. ഇത് ഒരു വാക്കോട് പറയുന്നേ. ദൈവാസൻ സമയം കറക്റ്റായിട്ട് പറഞ്ഞു, ഞാൻ പോവാ, രാവിലത്തെ പോലെ അതിക്രമിക്കത്തില്ല, ഒന്ന് ശ്വാസം പിടിച്ചെന്ന് പറഞ്ഞോട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഈ പഴയ നിയമത്തിലെ 700 വർഷം പുറയിൽ നിന്ന് നോക്കിയപ്പോഴാ വായിക്കാത്ത വടിയാന്ന് പറഞ്ഞത്. ആ പാവപ്പെട്ടവൻ അത്രയും മനസ്സിലായുള്ളൂ. 700 വർഷം പുറകിൽ നോക്കിയപ്പോൾ യേശുവിൻ്റെ വായിക്കാത്തൊരു വടിയാണ് യെശയ്യാവ് കണ്ടത്. എന്നാൽ നേർക്ക് നേരെ വന്ന് യോഹന്നാൻ പറഞ്ഞു, പടച്ചോനെ വടിയൊന്നുമല്ല, ആ വായിക്കാത്ത വാളാണ് ഇരിക്കുന്നത്. ആ വായിക്കാത്തൊന്ന് ഇരുവായ്ത്തരമുള്ള വാളാണ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വാളുണ്ടായിരുന്നോ? ഉണ്ടായിരുന്ന പത്രോസിൻ്റെ വാളൂടെ ആദ്യം ഇവിടെ വാളിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞേക്കട്ടെ. ആ വാളിൻ്റെ കാര്യം ഓർപ്പിക്കുകയാണ് ദൈവം. നിങ്ങൾ വസ്ത്രമുള്ളവർ അത് വിറ്റ് വാള് കൈക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇവിടെ 2 വാളുണ്ട്. ഉടനെ യേശു പറഞ്ഞു, ഓക്കെ അത് മതി, അത് മതി. എന്തിനാ ഈ വാളിൻ്റെ കാര്യം പറഞ്ഞത്? ഈ വാൾ എടുപ്പിച്ചു. കർത്താവ് തന്നെ പറഞ്ഞിട്ട് ഇത് എടുപ്പിച്ചത്. എന്നിട്ട് വെട്ടിയപ്പോൾ കർത്താവ് അത് ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വെട്ടണമെന്ന് പറഞ്ഞില്ല, വാളെടുക്കാനേ പറഞ്ഞുള്ളൂ. എന്തിനാ ഈ തിരക്കിനിടയ്ക്ക് ഈ വാളിനെ കുറിച്ചും ഈ വെട്ടിയതിനെ ഒട്ടിച്ചും ഈ വാളിന്റെ കാര്യം പറഞ്ഞത്? മോനെ, വാൾ ഉറയിലിട്ടോ, നമുക്കിനി അങ്ങനത്തെ വാള് വേണ്ട എന്ന് പറഞ്ഞു. യേശു പൊട്ടനല്ല.
യേശു വെറും പൊട്ടനാന്ന് ആരും കരുതരുത്. യേശു വെറും പൊട്ടനാ, കൈ രണ്ടും ആണി അടിച്ചു എന്നും പറഞ്ഞ് കൈയെല്ലാം ആണിപ്പാടാന്നും പറഞ്ഞ് കയ്യിലൊന്നുമില്ല, കയ്യെല്ലാം കിഴുത്തയാണ്, കൈയെല്ലാം തുളച്ചു. പക്ഷേ പെർഗമോസിലെ സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് അവകാശപ്പെടുവാന്ന്. എന്തോ അവകാശപ്പെട്ടത്? ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്നെ ഇത് വല്ലാതെ ധൈര്യപ്പെടുത്തി. യേശു യോഹന്നാനോട് പറയുക, ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് 16-ാം വാക്യത്തിൽ യേശു പറയുക, വാൾ എവിടെ ഇരിക്കുന്നറിയോ? മാനസാന്തരപ്പെടാതിരുന്നാൽ ഞാൻ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് പോരാടും. ഓ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ പോലെ ആകാനാ ദൈവം നമ്മളെ വിളിച്ചതെങ്കിൽ, യേശുവിന്റെ മേലുള്ള ആത്മാവാ നമ്മുടെ മേലുള്ളതെങ്കിൽ നിങ്ങളുടെ വായിക്കാത്തൊരു വാൾ ഇരിപ്പില്ലേ? എത്ര പേർക്ക് അത് അറിയാം? അറിയത്തില്ല. ഇന്നതൊന്ന് കാണും. എന്നിട്ട് ആ വാളൊന്ന് എടുത്ത് മോശയോട് ദൈവം ചോദിച്ചു, നിന്റെ കയ്യിൽ തന്ന വടി എവിടെ? അത് എടുത്ത് ഉയർത്തണേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വായി തന്ന വാൾ എവിടെ? മോശ പ്രതികൂലത്തിന്റെ നടുവിൽ കരയുകയാണ്, അവൻ നിലവിളിക്കുകയാണ്. ദൈവം ചോദിച്ചു, വടി എവിടെ? ഇന്ന് രാത്രി അവസാനമായി ഞാൻ ചോദിക്കുന്നു, വാൾ എവിടെ? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ ഇരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൽ, ഹല്ലേലൂയ, എന്റെ നിന്റെ തലയ്ക്ക് വില പറയാൻ അന്ധകാര ശക്തികൾ അതെ വെല്ലുവിളിക്കുമ്പോൾ വാൾ എവിടെ? ഇവിടുത്തെ ഗവൺമെന്റിനോട് എതിർക്കാനല്ല, ഇവിടുത്തെ പാവപ്പെട്ട മതങ്ങളെ ഇല്ലാതാക്കാനല്ല, നിന്റെ പ്രതിയോഗിയെ വെട്ടി വീഴ്ത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ അല്ല, പൈശാചിക മണ്ഡലങ്ങളെ, ഹല്ലേലൂയ, പിശാചിന്റെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് പൗലോസ് ആത്മപൂർണനായി ചിലത് കൽപ്പിച്ചപ്പോൾ അവിടെ ചിലത് കീഴടങ്ങി. എല്ലാ കണ്ണുകളും അടച്ച് അന്യ ഭാഷയിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാരാധിച്ച് ഈ ബലം ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ആ വായിന്ന് പുറപ്പെട്ട വാളിന്റെ മൊന കൊണ്ട് എന്റെ കർത്താവിന്റെ വായിലെ പടർന്ന് നിൽക്കുന്ന ഒരു അത്തിക്ക് ആ വാക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. പടർന്ന് നിൽക്കുന്ന ഒരു അത്തി. യേശു വളരെ ശാന്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ നിന്ന് ഇനി ഒന്നും ആരും അനുഭവിക്കില്ല. പിന്നെ നട്ടുച്ചക്കല്ലത് നോക്കിയേ, രാത്രിയാ. പിന്നീട് രാവിലെ ചെല്ലുമ്പോൾ സൂര്യനില്ല അവിടെ. രാത്രി സൂര്യനില്ലായിരുന്നു, പക്ഷെ രാവിലെ അത് വേരോടെ ഉണങ്ങിപ്പോയി. അതേ ആത്മാവിനെ പ്രാപിച്ച നിങ്ങളുടെ വാക്കിൻ്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു നിമിഷം ഒന്ന് ദൈവത്തിന് എഴുന്നേറ്റാട്ട്. ശബ്ദര ഹൽബറാനിയ, എല്ലാവരും അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചാട്ട്. ശബ്ദേരിയാദല ഷിഖബറ ഹക്കതറ ബഖതറ ഹത്തറബദന ശൂറ ബനീദറ ഹന്തൽ റബാനിക സിഖറബല. എല്ലാവരും അന്യഭാഷയെ ദൈവത്തെ ഒന്ന് പ്രാർത്ഥിത്തോടൊന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ആത്മാവിലൊന്ന് നിറയണം. ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിലൊന്ന് ശക്തി ഏറ്റെടുത്താട്ട്. ശബ്ര ഖത്തിനി ഹസ്രത്തബന ഹത്തക്കബല. ഇതുവരെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, ഇതുവരെ ആത്മാവിന്റെ ശക്തി അനുഭവിക്കാത്തവരുണ്ടെങ്കിൽ, അനന്യാസ് പൗലോസിനോട് പറഞ്ഞതുപോലെ ആത്മനിയോഗിതനായി ഞാൻ പറയാണ്, ആത്മപൂർണരാകുക. ശബ്ദര ശൈതര ഹന്തര റിയാദന സത്തേരെ ഹന്തൽ കെട്ടി രഗാദന സർത്തനോദിയ. കർത്താവേ, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തിയുടെ വ്യാപാരം ഒരു നദി പോലെ ഒഴുകട്ടെ, ഒരു നദി പോലെ ഒഴുകട്ടെ. അനന്യാസ് പൗലോസിന്റെ വീട്ടിൽ ചെന്നതുപോലെ, നെർവീഥി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ന പോലെ PMG സഭയ്ക്കകത്ത് ഞാൻ വന്ന് ഓർപ്പിക്കുകയാണ്, ആത്മപൂർണരാകുക. ക്യാൻസറുകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, ദൈവത്തിൽ നിന്ന് വരുന്ന ദൂത് ആത്മാവിലാകുക. പല നിലകളിൽ ദൈവസഭയെ ഉപദ്രവിക്കുന്ന ഈ കാലത്ത് ദൈവാത്മാവ് പറയുന്നു, ആത്മാവിലേക്ക് മടങ്ങി വരിക, ആത്മശക്തിയിൽ നിറയുക. ഇത് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ ജയിലിന്റെ അടിത്തറ ഇളക്കി, അതിന്റെ വാതിലുകളെ തുറന്നു, ചങ്ങലകളെ പറിച്ചു, ജയിൽ സൂപ്രണ്ട് സ്നാനപ്പെട്ടു. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. സരബാർ സബര സബര ഹദര ഹർബജ റബജ റബജ അഖദ റബശ നഗദൽ ഹർബജ ലഗാദഗൽ ഖനാദല അന്ധരെ ദിഗൽ ഖനാദല. നഷ്ടപ്പെട്ട ശക്തി മടങ്ങി വരുന്നു. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ റിന്യൂ ചെയ്ത്, ശക്തിയെ പുതുക്കി, കഴുകനെ പോലെ കയറ്.
ഹല്ലേലൂയ. കഴുകനെ പോലെ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിന് കയറ്, മുന്നേറ്. നിന്നെ തടയാൻ ഒരു ശക്തിക്ക് കഴിയില്ല. ആത്മാവിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും. കർത്താവേ, ഈ സഹോദരന്മാരുടെ മേലല്ലോ ഒരു തീ കത്തട്ടെ. അനനിയാസ് പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവർ തീജ്വാലകളായി മാറട്ടെ. ഞങ്ങളുടെ യൗവനക്കാർ ആത്മാവിൽ തീയാവട്ടെ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ പേര് എന്റെ ആത്മാവിന് പകരം. ഹല്ലേലൂയ. അത്രമാത്രം ആത്മാവിന്റെ തള്ളൽ വരുന്നുണ്ട്. ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. ഒരു വാക്ക് അത്രമാത്രം ആത്മാവിന്റെ തള്ളലുള്ളതുകൊണ്ട് നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്. അവിടെ എഴുതിയേക്കുവാ, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന് മേലും എൻ്റെ ആത്മാവിനെ പോരും. എന്നിട്ട് നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കുവാൻ. അപ്പോൾ എല്ലാവരും വിചാരിച്ചേക്കുന്നതെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, ആ വിഷയം പ്രാപിച്ച നിങ്ങൾ എത്ര പേരോട് പ്രവചിച്ചു? ഞാൻ നിങ്ങളോട് നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നു. ബൈബിൾ തെറ്റത്തില്ല. ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന് മേലും നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും. എന്നിട്ട് ഇപ്പോഴും അഭിഷേകം പ്രാപിച്ച അന്യഭാഷയുള്ളവർ വരുന്ന ദൈവദാസന്മാരെടുക്കെ ഞാൻ +2 കഴിഞ്ഞ് എന്നോ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ബൈബിൾ തെറ്റാണോ? അല്ല, ബൈബിൾ തെറ്റല്ല. നമ്മൾ മനസ്സിലാക്കി തെറ്റിപ്പോയി. നമ്മളെല്ലാം വിചാരിച്ചതെന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവ് കിട്ടിയ കുഞ്ഞുങ്ങളെല്ലാം പ്രവചിക്കുമെന്ന് പറഞ്ഞാൽ, നീ അമേരിക്കയിൽ പോകും, നിനക്ക് വണ്ടി കിട്ടും, നിനക്ക് ജോലി കിട്ടും, നീ കല്യാണം കഴിക്കാൻ പോവാ. ഇങ്ങനെ പറയുന്നത് മാത്രമല്ല പ്രവചനം. അത് പ്രവചനത്തിൻ്റെ അകത്ത് പെടുന്ന ഒന്നാണ്. അതെല്ലാം പ്രവചനത്തിനകത്തുള്ളതാണ്. അഗബോസ് പ്രവചിച്ചു, എന്തുവാ? ലോകമെമ്പാടും ക്ഷാമം വരും. ക്ലൗദിയോസിൻ്റെ കാലത്ത് സംഭവിച്ചു. അതിനെ പ്രവചനത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താം. പക്ഷേ പ്രവചനത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ പറയട്ടെ. അത് കേൾക്കുമ്പോൾ നിങ്ങളെല്ലാം പ്രവാചകന്മാരാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പരിശുദ്ധാത്മാവ് തെറ്റ് പറ്റിയിട്ടില്ല, യേശുവിന് തെറ്റ് പറ്റിയിട്ടില്ല. പറയാം, യെഹസ്കേലിൻ്റെ പ്രവചനത്തിൽ ചെന്നാൽ യെഹസ്കേലിനോട് ദൈവം ഒരു ചോദ്യം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? അയാളുള്ള കാര്യം പറഞ്ഞു, നീ അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കഴിയും. അദ്ദേഹം പറഞ്ഞു, നിനക്ക് കഴിയും, ദൈവത്തിനൊരു കാര്യം അസാധ്യമില്ല, ദൈവം അറിയുന്നു. ഉടനെ ദൈവം ഇങ്ങനെ പുറമോട്ട് മാറിയിട്ട് പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കും, പക്ഷേ ഞാൻ പറഞ്ഞിട്ടല്ല, എൻ്റെ ദാസനെ നീ പറഞ്ഞിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ദൈവം അല്പം പുറമോട്ട് മാറിയിട്ട് പറഞ്ഞു, പ്രവചിക്കൂ. ആ പ്രവചനം അമേരിക്ക പോകുമെന്നല്ല, അസ്ഥികളെ നോക്കി പറഞ്ഞു, ജീവിക്കട്ടെ. അസ്ഥികളെ നോക്കി പറഞ്ഞു, ജീവിക്കട്ടെ. അസാധ്യങ്ങളെ നോക്കി പറഞ്ഞു, ജീവിക്കട്ടെ. എന്നിട്ട് ആ ഭക്തൻ ഇങ്ങനെ എഴുതി വെച്ചു, ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്നു. ഞാൻ പ്രവചിച്ചു, നോക്കി നീ പ്രവചിക്ക. ഹല്ലേലൂയ. ജോലിയില്ലാത്തവനെ നോക്കി നീ പ്രവചിക്ക. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു സന്തതിയെ ദൈവം തരുമെന്ന് നീ പ്രവചിക്കുമ്പോൾ ആ ഉദരത്തിലേക്ക് കാറ്റടിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ കാലഘട്ടത്തെ നോക്കി പ്രവചിക്കൂ. ഇന്ത്യ സ്വതന്ത്രമാകും, ഭാരതം ദൈവത്തെ അറിയും. നിർത്തിയിട്ട് പോകാൻ പറ്റാത്ത സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടുന്നത്. നിങ്ങൾ രോഗികളെ നോക്കി പറ, സൗഖ്യമാകട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ തുടങ്ങാൻ പോവാ. നിങ്ങൾ വിളിച്ചു പറ, സൗഖ്യമാകട്ടെ. നിങ്ങൾ വിളിച്ചു പറ, പിശാച് ഇവിടെ വിട്ടു പോകുകയെ. വിളിച്ചു പറ, അതിന്റെ പേര് പ്രവചനം. പുത്രിമാരെ, നിങ്ങൾ പ്രവചിക്ക്. പുത്രന്മാരെ, നിങ്ങൾ പ്രവചിക്കൂ. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്നു. ഇനി നിങ്ങൾ പറ, പൗലോസിന്റെ പ്രവചനമായിരുന്നത്. കർത്താവിന്റെ കൈ ഇപ്പോൾ നിന്റെ മേ വീഴും. നീ കുറച്ച് സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കാം. പൗലോസ് പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ യെഹസ്കേലിന് വേണ്ടി മാത്രമല്ല, ഈ തലമുറ ഇതിനൊക്കെ വേണ്ടി വരും. ഇതങ്ങോട്ട് വിശ്വസിച്ചേച്ച് അവനും ഇവനും പറയുന്ന കേൾക്കാതെ നിനക്ക് കിട്ടിയ ഒരു കൊച്ചു ദൈവത്തിന് വെളിപ്പാടാന്നേലും അത് ജനത്തെ പറഞ്ഞ് പഠിപ്പിച്ചേച്ച്
നീ ധൈര്യത്തോടെ പറ, സൗഖ്യമാകട്ടെ. ജീസസ്. ഹല്ലേലൂയ. നീ കൊച്ചു കൂട്ടങ്ങൾ സംഘടിപ്പിച്ചിട്ട് നിന്റെ വീട്ടിലൊരു പ്രാർത്ഥന വെച്ച് ദൈവവചനത്തിൽ നിന്ന് ചിലത് പറഞ്ഞിട്ട് പറ, സൗഖ്യമുള്ളവർ എഴുന്നേറ്റ് വരാൻ പറ, സൗഖ്യം വേണ്ടവർ എഴുന്നേറ്റ് വരാൻ പറ. സ്തോത്രം. നീ നോക്കി പ്രവചിക്കണം, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. നീ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്റെ അപ്പൻ അടങ്ങിയിരിക്കത്തില്ല, ഒരു കാറ്റിനെ അവിടെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രിപുത്രന്മാർ, യൗവനക്കാർ, എല്ലാവരും ദാസീദാസന്മാർ, അവരെല്ലാം ആ കാലഘട്ടങ്ങളിൽ പ്രവചിക്കാം. ഇന്ന് രാവിലെ മീറ്റിംഗ് തീർന്നപ്പോ കഴിഞ്ഞ ക്യാമ്പിൽ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ എമ്മേറിസ് പാസ്റ്ററുമായിട്ട് പങ്കുവെച്ചു. അതിങ്ങനെയാണ്, ഒരു ശതാധിപൻ വന്ന് യേശുവിനോട് പറയുക, നീ എൻ്റെ വീട്ടിൽ വരണ്ട, പക്ഷെ നീ ഇങ്ങനെ കൈയും കെട്ടി അവിടെ അത്ര ഇല്ല. ഞാനത് വേറെ രീതിയിൽ പറയുക, എൻ്റെ കർത്താവിനെ വന്ന് ഒരു മനുഷ്യൻ ഉണർത്തിയെന്ന്. എന്തിനാ യേശു അവിടെ ചെറുതായി കൊടുത്തത്? യേശുവിന് അറിയത്തില്ലായിരുന്നു. പക്ഷെ ജാതികൾക്ക് ഈ ഇസ്രായേലിൽ ഇതുപോലെ വിശ്വാസമുള്ളവർ കണ്ടില്ല. യേശുവിനെ അത്ഭുതപ്പെടുത്തി, നമുക്ക് വേണ്ടി അത് സംഭവിച്ചു. എന്നാന്നറിയോ? ആ മനുഷ്യൻ വന്ന് യേശുവിനോട് പറയാ, നീ ഇങ്ങനെ ചുമ്മാ ഇവിടെ നിന്നാലൊന്നും കാര്യം നടക്കത്തില്ല, നീ വീട്ടിൽ വരികയും വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി, പക്ഷെ നീ വാ തുറന്ന് കൽപ്പിക്കണം, അപ്പൊ എന്റെ ബാലിക്കാരന് സൗഖ്യം വരും. അങ്ങനെയാണെങ്കിൽ നീ മിണ്ടാത്തതുകൊണ്ട് എത്ര പേർക്ക് സൗഖ്യം കിട്ടുന്നില്ല? ദൈവത്തിന്റെ മകനാന്നും പറഞ്ഞില്ലേ, നടന്നാ പോരാ, വാ തുറന്ന് കൽപ്പിക്കണം. യേശുവാന്ന് പറഞ്ഞാൽ മിണ്ടാതായില്ല നടന്നാൽ അനേകര് രോഗിയായി മരിച്ചു പോകും. പക്ഷെ യേശു പോലും വാ തുറന്നപ്പോൾ അവിടെ സൗഖ്യമുണ്ടായെങ്കിൽ യേശുവിന്റെ സ്ഥാനാധിപതിയായി, ക്രിസ്തുവിന്റെ അംബാസഡറായി, യേശുവിന്റെ പകരക്കാരായി ദൈവം നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നീ മിണ്ടാതിരുന്നാൽ ഇവിടെ അനേകർ അതെ മരണത്തിലേക്ക് പോകും. നീ മിണ്ടാതിരുന്നാൽ അനേകരെ പിശാച് നരകത്തിൽ കൊണ്ടുപോകും. നീ പ്രവചിക്കണം. ചിലർക്ക് പ്രവചിക്കാനുള്ള നിയോഗം ദൈവം തരുന്നു. നീ പ്രവചിക്കുന്നതിനെ നോക്കി നീ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റടിക്കാൻ പോകുക. അവിടെ അസ്ഥിയോട് ചേർന്നു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റ് നിഗതന്മാരുടെ മേൽ വീശി. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ത്വക്ക് വന്നു. ഞാൻ പ്രവചിച്ചപ്പോൾ ത്വക്ക് വന്നെന്ന്. ഞാൻ പ്രവചിച്ചപ്പോൾ മാംസം വന്നു. നീ പ്രവചിക്കുമ്പോൾ ചിലത് വരാൻ പോവാ. ഇത് മനസ്സിലാക്കി ഞാൻ പോയിരുന്ന് ജോലി കിട്ടണമെന്നോ കടം മാറണമെന്നോ അല്ല. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിരുന്നു ദൈവത്തോടൊരു കീറ്റപ്പായിലിരുന്ന് പറഞ്ഞു, യേശുപ്പച്ചാ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം, എനിക്കിവിടെ ചിലത് ചെയ്യാനുണ്ട്. എടാ ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ചെയ്യും, വേറെ ഒന്നും വേണ്ട, വാ മതി ചെയ്യാൻ വാ മതി, ആയുധം വായ. പക്ഷെ സാധനം ഇല്ലാതെ ഈ വായി കൊണ്ട് തന്നെ എടുക്കാൻ. പോലീസുകാർ ഇവിടെ വണ്ടി പിടിച്ചു നിർത്തുന്നത് നെറ്റിക്ക് എഴുതി വെച്ചിട്ടില്ല പോലീസാന്ന്, യൂണിഫോമേല കാര്യം. നിങ്ങളൊരു പോലീസിനെ പിടിച്ചു നിർത്തി ഏതായാലും മാവ് ചോട്ടി കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഉടുപ്പും പാൻറ്റ് ഊരിയെടുത്താൽ നിങ്ങൾ കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ ആ ബേക്കർ ജംഗ്ഷനിൽ പോയി നിന്നിട്ട് പറ, നിൽക്കണം അവിടെ നിന്ന് നിർത്തും. നീ ലേഡിയാന്നോ വനിതയാന്നോ എന്നൊന്നും അവർ നോക്കത്തില്ല. നിന്റെ മേത്ത് യൂണിഫോം കിടക്കുമ്പോൾ നീയും ഇങ്ങനെ കാണിച്ചാൽ മതി, വണ്ടി ഓട്ടോക്കാരൻ നിർത്തി ഓടി വരും ഇല്ലേ. പക്ഷേ യൂണിഫോം ഇല്ലാതെ നീ ഒലക്കെ ഇട്ട് പിടിച്ചാലും വണ്ടി നിർത്തത്തില്ല. ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. പാസങ്ങളെ എന്നെ ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞിട്ട് അമ്മയെ നോക്കി പറഞ്ഞു, എൻ്റെ അമ്മയെ കഷ്ടപ്പെടുത്തിയത് മതി, പോസകത്താനെ എൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നു പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയുടെ ദേഹത്തു നിന്ന് ഏതോ വിട്ടുപോയി. 2 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ ഒറ്റ ശാസനയ്ക്കകത്ത് കാര്യം നടന്നു. എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സൗഖ്യം കണ്ടുകൊണ്ട് അനേകർ എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ വസ്ത്രങ്ങളെ കഴിഞ്ഞ മാസത്തിൻ്റെ അതിൻ്റെ മുമ്പിലത്തെ ക്യാമ്പിൽ മൂവാറ്റുപുഴ യാക്കോപ്പള്ളിയിലെ ഡോക്ടറേറ്റുള്ള അച്ഛൻ വരെ കയറി വന്നിട്ട് പറയാ, എനിക്ക് കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, എനിക്ക് പള്ളിയുടെ ചുമതലയുണ്ട്, പ്രാർത്ഥനാ കൂട്ടങ്ങൾ നടക്കുന്നുണ്ട്, തൊപ്പിയെല്ലാം വെച്ചാ വന്നേ. ഞാൻ ചോദിച്ചു, എന്നെ ഇവിടെ അഭിഷേകം പ്രാപിച്ചില്ല. ക്യാമ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അച്ഛൻ മടങ്ങിപ്പോയിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ചു. പള്ളിയുടെ ചുമതല വേറൊരാളെ ഏൽപ്പിച്ചിട്ട്, കൗൺസിലിംഗ് സെൻ്റർ അടച്ചിട്ടിട്ട്, പ്രാർത്ഥനാ കൂട്ടായ്മകളും മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ട് ഒരാഴ്ച മാറി അവിടെ വന്നിരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒത്തിരി വില കൊടുക്കേണ്ട വന്നെങ്കിലും
പുതിയ ഭാഷകളിൽ സംസാരിക്കാൻ, ദർശനങ്ങളെ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കണ്ണുകൾ അടയ്ക്കാം, കൈകൾ ഉയർത്തിപ്പിടിക്കാം, പ്രാർത്ഥിക്കാം. എനിക്കുള്ളതാ നിനക്ക് തന്നെ. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ പേരാ എനിക്കുള്ളത് നിനക്ക് തരൽ. ഞാൻ ഇന്ന് വരെ എന്തെങ്കിലും ആയെങ്കിൽ ഈ തത്വമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ഇന്നും പ്രതികൂലങ്ങളെ നോക്കി കരയാൻ തോന്നും, പക്ഷെ ആത്മാവ് പറയും കരയല്ല, കൽപ്പിക്ക്. ഇന്നും പ്രശ്നങ്ങൾ വരുമ്പോൾ കരയാനും ഇട്ടിട്ടോടാനും തോന്നും, പക്ഷേ ആരോ പറയും നോ, നിന്നെ പോലുള്ള ഒരുത്തൻ ഓടുമോ? നിന്നെ പോലുള്ള ഒരാൾക്ക് ഓടാൻ പറ്റുമോ? നിന്നെ പോലുള്ള ഒരാൾക്ക് കരയാൻ പറ്റുമോ? നീ ഓടരുത്, നീ കൽപ്പിക്കേ, നീ പറ, മാറാൻ പറ. എനിക്കുള്ളതാ ഞാൻ നിങ്ങൾക്ക് തരുന്നേ. രണ്ട് കൈ ഉയർത്തിപ്പിടിച്ചോ, ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട എല്ലാവരുടെ മേലും ഈ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ വചനം കേട്ട ഓരോരുത്തരും ഇന്ന് വീട്ടിൽ ചെന്ന് ചിലതിനെ അഴിക്കട്ടെ. അവരുടെ ശരീരത്തെ രോഗങ്ങൾ അവർ അഴിക്കട്ടെ. അവർക്കെതിരെയുള്ള പോരുകൾ അവർ അഴിക്കട്ടെ. ക്രിസ്തുവിൽ തികഞ്ഞവരായി അവർ ജീവിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഒരാമയും പറഞ്ഞാട്ടെ. സത്യോടൊരാമയും പറഞ്ഞാട്ടെ. ഇനി മുതൽ എവിടുന്നേലും ഇന്റർനാഷണൽ പ്രവാചകന്മാർ ഈ പട്ടണത്തിൽ വന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല അത്ഭുതം നടക്കാൻ പോകുന്നത്. നീ അസാധ്യങ്ങളെ നോക്കി പ്രവചിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ കാറ്റടിക്കാൻ പോകുന്നത്. അങ്ങനെ നീ തലമുറയുടെ ശുശ്രൂഷകനാകും. അങ്ങനെ കുപ്പയിൽ നിന്ന് എളിയവനും പൊടിയിൽ നിന്ന് ദരിദ്രനും പ്രഭുക്കന്മാരാകും. കുപ്പയിൽ നിന്ന് എളിയവൻ പ്രഭുവുമായി മാറുന്ന പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങളും ഈ തലമുറയിലെ ശ്രേഷ്ഠ ദൈവദാസന്മാരും ദാസിമാരുമായി അറിയപ്പെടും. ഈ വചനങ്ങൾ വിടുതലിന് കാരണമാകട്ടെ. സമയം അനുവദിച്ച നിങ്ങൾക്ക് നന്ദി. ഏറ്റവും ക്ഷമയോടെ പറയുന്നു, ഞാൻ ആ സമയം കീപ്പ് ചെയ്യാൻ 100% ആഗ്രഹിച്ചതാണ്, പക്ഷേ നിയോഗത്തിൻ്റെ മുമ്പിലായിപ്പോയി. സ്തോത്രം. അതുകൊണ്ടാണ് സോറി. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഒരിക്കൽ കൂടെ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. യെസ്, അഭിഷേകം നമ്മളെ വ്യത്യസ്തരാക്കുകയാണ്. അഭിഷേകമുള്ളവൻ്റെ ആമേ വായ ദൈവം അധികാരം നൽകിയിരിക്കുകയാണ്. ആമേ കൽപ്പിക്കുവാനുള്ള അധികാരം, രോഗത്തെ ഹല്ലേലൂയ മാറിപ്പോകുവാൻ ഉള്ള അധികാരം. ഹല്ലേലൂയ. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നത്. നമ്മൾ ആത്മപൂർണരായി നിൽക്കണം. യെസ്, ഹല്ലേലൂയ. തൻ്റെ വായ എന്ന വടി കൊണ്ട് അവൻ ഭൂമി അടിക്കുമെന്ന് പ്രവചനത്തിൽ കേട്ടല്ലോ. ഹല്ലേലൂയ. നീ ഭൂമിയിൽ അടിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെങ്കിൽ ഇന്ന് ഈ രാത്രികാല കേട്ട ദൂതിന് മുൻപാകെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്കൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. യേശുവിൻ്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ദൈവം വാഴാനാണ്, അധികാരത്തിന്റെ ശുശ്രൂഷയാ തന്നിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷങ്ങളെ നീക്കി ദൈവ ഭയത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ. യെസ്, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അഭിഷേകത്തിനെ ദൈവ ശക്തിയോട് കരങ്ങൾ ഉപയോഗിച്ചല്ലോ. പിന്നെ കുടുംബമായി കർത്താവ് ഉപയോഗിക്കണം. തന്റെ റാന്നിയിലുള്ളതായ ധ്യാന കേന്ദ്രത്തെ ദൈവം അനുഗ്രഹിക്കണം. അനേക ആയിരങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവ പ്രവൃത്തി ആ ദേശത്ത് പിന്നെയും വെളിപ്പെടണം. നമുക്ക് പകലും രാത്രിയിൽ സൂക്ഷിപ്പാനായി ദൈവ നിയോഗത്തോടെ കടന്നു വന്നല്ലോ. പകലും രാത്രി സൂക്ഷിച്ച ദൈവദാസനോടുള്ള പ്രത്യേക നന്ദി, സഭയുടെ പേരിലുള്ള നന്ദി ഈ സമയം അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നാളെ ദൈവത്തിന് സ്തോത്രം പ്രത്യേകം പറയുന്നു. ബേബി ജോൺസൺ എന്ന് പറഞ്ഞ ദൈവദാസനാണ് നാളെ ശുശ്രൂഷിക്കുന്നത്. എല്ലാവരും കടന്നു വരണം. ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസനാണ്. കടമ്പനാട് സ്വദേശിയാണ് അദ്ദേഹം. നാളെ നമുക്ക് കൃത്യസമയത്ത് എത്തിച്ചേരും. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കടന്നു വരിക. ദൈവത്തിന് സ്തോത്രം. കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സജീവ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ബഹുമാന്യ പാസ്റ്റർ മേവരി സൗരികൾ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കും. കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയപിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ദാനമായി നൽകിയ നല്ല നിമിഷങ്ങൾക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അങ്ങയുടെ പാതപ്പെടുത്തിരുന്ന് മാറ്റമില്ലാത്ത വചനങ്ങൾ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കഥാവെ, ഇന്ന് രാത്രികാലം ഞങ്ങളുടെ മേൽ പകർന്ന ഒരു കഥാവെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ആഴത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദേശാധിപതി എതിർത്ത് നിന്നപ്പോഴും കഥാവെ പൗലോസ് പരിശുദ്ധാത്മാപൂർണനായി നിന്നുകൊണ്ട്
അതിനെതിരായി എതിർത്ത് നിന്നതുപോലെ ഇന്ന് രാത്രികാല ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന എതിർപ്പുകളെ പൈശാചിക മണ്ഡലങ്ങൾക്കെതിരായി കഥാവെ പോരാടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കഥാവെ ആമെ ആഴത്തിലുള്ളൊരു വിടുതൽ ഇന്ന് രാത്രിക്കാലം ഞങ്ങളുടെ മേൽ അയച്ചതിനായി നന്ദി പറയുകയാണ്. ശാരീരികമായി മാനസികമായി ദൈവം പകർന്ന വിടുതലുകൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വീണ്ടും സഹായിക്കുമാറാകണമേ. കഥാവെ വലിയൊരു പ്രവൃത്തി അങ്ങ് അയക്കുമാറാകണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ നാവിന്മേൽ പകർന്ന അധികാരത്തിനായി സ്തോത്രം. ഈ ദിവസങ്ങൾ അധികാരത്തോടെ കൽപ്പിച്ചുകൊണ്ട് കഥാവ് ഞങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ കർത്താവെ മാറ്റിക്കൊണ്ട് മുൻപോട്ട് ഓടുവാൻ തക്കവണ്ണം ഒരു ആത്മബലം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. അതിനുവേണ്ടി സമർപ്പിച്ച എല്ലാ ദൈവമക്കളെ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. പൂർണ്ണമായും ഭാഗ്യമായും ഉപവാസം ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കുമാറാകണമേ. പ്രത്യേക ഇന്ന് രാത്രികാലവും പകൽക്കാലവും ഞങ്ങളുടെ മധ്യ അയച്ച് ഞങ്ങളുടെ മാറ്റമില്ലാത്ത ശബ്ദം കേൾപ്പിച്ച ഞങ്ങളുടെ വലിയ ഭക്തനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ശുശ്രൂഷകളെ മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. കഥാവെ കുടുംബമായി ആദരിക്കണമേ. തന്നെ മടക്കിയാത്തെല്ലാം കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന വലിയ അഭിഷിദ്ധമാർക്കായി സ്തോത്രം ചെയ്യുന്നു. കഥാവ് സഹായിക്കണം. ഇന്ന് രാത്രിക്കാൽ ഞങ്ങളുടെ അനുഗ്രഹത്തോടെ മടക്കി അയക്കണമേ. ഞങ്ങൾ പകൽക്കാലം വീണ്ടും കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മാനം മഹത്വം പുകഴ്ച ബഹുമാനം അങ്ങേക്കും മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടത് ഓർത്ത് കരം ഉയർത്തി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും ഞങ്ങളുടെ മധ്യ കർത്താവേ അവിടുത്തെ വചനം ആധികാരികമായി ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ പകൽ 11 മണിക്ക് ഉപവാസ പ്രാർത്ഥന ഇവിടെ വെച്ചുണ്ടായിരിക്കും. പ്രാർത്ഥന പൂർവ്വം സംബന്ധിക്കുക.